Hi all, welcome back to Varandari's Malayalam channel. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് മിഡീവൽ ഇന്ത്യ. നമ്മൾ ഓൾറെഡി ഏൻഷ്യന്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് മിഡീവൽ ഇന്ത്യ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 വീക്ക് ബ്രേക്ക് ഉണ്ട്. അതിപ്പോൾ നമ്മൾ മിഡീവൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഏകദേശം അടുത്ത വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോസിനുള്ളിൽ അടുത്ത ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് ഡൽഹി സൽത്തനേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് ഡൽഹി സൽത്തനേറ്റിൽ മൊത്തം എത്രയാണ് 5 ഡൈനാസ്റ്റീസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ഡൈനാസ്റ്റി തുടങ്ങി വെച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എൻഡ് ചെയ്തത്. അപ്പോൾ ഇനിയും നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ബാക്കി 4 ഡൈനാസ്റ്റികൾ ഏതൊക്കെയാണെന്നാണ്. അതല്ലാതെ മിഡീവൽ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മുഗൾ കാലഘട്ടവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സദേൺ കിങ്ഡംസും ആണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡൽഹി സൽത്തനേറ്റ് ആണ്. അപ്പോൾ ഡൽഹി സൽത്തനേറ്റ് 5 ഡൈനാസ്റ്റികളാണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് 5 ഡൈനാസ്റ്റികൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് ആദ്യത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റി ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലേവ് ഡൈനാസ്റ്റി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? ഖിൽജി ഡൈനാസ്റ്റി ആണ്. അതിനുശേഷം തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക്കിന് ശേഷം വരുന്നത് സയ്യിദ് ഡൈനാസ്റ്റി ആണ്. ലാസ്റ്റിൽ വരുന്നത് ലോധി ഡൈനാസ്റ്റി ആണ്. അപ്പം ആദ്യത്തെ സ്ലേവ് ഡൈനാസ്റ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ് അല്ലേ. അപ്പൊ സ്ലേവ് ഡൈനാസ്റ്റി വരുന്നത് ഇമ്പോർട്ടന്റ് റൂളേഴ്സ് ആരൊക്കെയായിരുന്നു? അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് കുത്തുബ്ദീൻ ഐബക് ആണ്. കുത്തുബ്ദീൻ ഐബക് നമ്മൾ അതിനു മുമ്പുള്ള അറബ് ഇൻവേഷൻസ് പറഞ്ഞപ്പോൾ എന്താണ് മുഹമ്മദ് ഗോരി ഇവിടെ വിട്ടിട്ട് പോയ അദ്ദേഹത്തിന്റെ അടിമയായ കുത്തുബ്ദീൻ ഐബക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് സ്ലേവ് എന്താണ് ഡൽഹി സൽത്തനേറ്റിന്റെ ആദ്യത്തെ ഡൈനാസ്റ്റി ആയ സ്ലേവ് ഡൈനാസ്റ്റി. കുത്തുബ്ദീൻ ഐബക്കിന് ശേഷം ആരാണ് വന്നത്? ഇൽത്തുമിഷ് ആയിരുന്നു വന്നത്. ഇൽത്തുമിഷിന് ശേഷം ആരാണ്? റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം വുമൻ റൂളറാണ് ആര്? റസിയ സുൽത്താന എന്ന് പറയുന്നത്. റസിയ സുൽത്താന കഴിഞ്ഞ് ബൽബൻ. ബൽബന്റെ പോയിന്റിലാണ് നമ്മൾ നിർത്തിയത്. ബൽബന്റെ മരണശേഷം വരുന്നത് 2 അത്ര സ്ട്രോങ് ആയിട്ടുള്ളതല്ല. ആക്ച്വലി സ്ട്രോങ് ആയിട്ട് 4 റൂളേഴ്സ് മാത്രമേ ഡൽഹി സൽത്തനേറ്റ് വരുന്നുള്ളൂ. ആരൊക്കെയാണ്? കുത്തുബ്ദീൻ ഐബക്കും ഇൽത്തുമിഷും റസിയ സുൽത്താനയും ബൽബനും ആണത്. അപ്പൊ ബൽബന് ശേഷം വരുന്ന രാജാവ് എന്ന് പറയുന്നത് കൈക്യുബാദ് ആണ്. കൈക്യുബാദ് അപ്പൊ നമ്മൾ അത് എക്സ്ട്രാ എടുത്ത് നമ്മൾ പഠിക്കാറില്ല. കൈക്യുബാദിന് ശേഷം കൈമൂർ ആണ് വരുന്നത്. കൈമൂർ. ഇനി നോക്കുന്നത് ഈ കൈമൂറിനെ കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു മിനിസ്റ്റർ ആണ്. നമുക്കറിയാം എപ്പോഴും നമ്മൾ എന്താണ് അടുത്തത് പദവിക്ക് വേണ്ടി ഒന്നുകിൽ എന്താണ് മകൻ അച്ഛനെ കൊന്ന് രാജാവും, ഇല്ലെങ്കിൽ എന്താണ് മന്ത്രി രാജാവിനെ കൊന്ന് അടുത്ത രാജാവും. അപ്പൊ കൈമൂറിനെ കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ആയ ഫിറോസ് ആണ്. ഫിറോസ് ആരാണ്? ഈ കൈമൂറിന്റെ കൊട്ടാരത്തിലുള്ള ഒരു മിനിസ്റ്റർ ആണ്. അപ്പൊ ഈ ഫിറോസ് കൊന്നുകൊണ്ട് ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡൈനാസ്റ്റി ആണ് എന്തെന്ന് പറയുന്നത്? ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിറോസ് എന്ന് പറയുന്ന ആരാണ്? ജലാലുദ്ദീൻ ഖിൽജി ആണ്. ജലാലുദ്ദീൻ ഖിൽജി. ഫിറോസിന്റെ വേറൊരു പേരെന്താണ്? ജലാലുദ്ദീൻ ഖിൽജി. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡൽഹി സൽത്തനേറ്റ് ഭരിക്കുന്ന രണ്ടാമത്തെ രാജവംശം അല്ലെങ്കിൽ രണ്ടാമത്തെ മുസ്ലിം ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഏതാണ്? ഖിൽജി ഡൈനാസ്റ്റി ആണ്. അപ്പൊ ഖിൽജി ഡൈനാസ്റ്റിയിൽ നമുക്ക് വളരെ എളുപ്പമാണ്. 2 രാജാക്കന്മാരെ പഠിക്കാനുള്ളൂ. ഒന്ന് ഫൗണ്ടറായ ജലാലുദ്ദീൻ ഖിൽജിയും രണ്ടാമത് വരുന്നത് നമുക്കെല്ലാം എന്താണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ ഈ 2 ക്യാരക്ടർ പഠിക്കാനുള്ളത് ഖിൽജി ഡൈനാസ്റ്റിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം വരുന്ന ജലാലുദ്ദീൻ ഖിൽജിയുടെ നോക്കാം. അപ്പൊ ജലാലുദ്ദീൻ മൊത്തം ഖിൽജി ഡൈനാസ്റ്റി വരുന്നത് ഏകദേശം 30 വർഷം മാത്രമാണ്. 1290 മുതൽ 1320 വരെ. അപ്പൊ ഇതിലെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ജലാലുദ്ദീൻ ഖിൽജി ഭരണത്തിലേക്ക് എത്തുന്നത് തന്റെ 70ാമത്തെ വയസ്സിലാണ്. 70ാമത്തെ വയസ്സിലാണ് ജലാലുദ്ദീൻ ഖിൽജി എന്താണ് അവസാനത്തെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ രാജാവിനെ കൊന്നുകൊണ്ട് ഭരണത്തിലേക്ക് വരുന്നത്. അപ്പൊ 70ാമത്തെ വയസ്സിൽ വരുന്ന രാജാവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ചെറുപ്പക്കാരനായ രാജാവ് എക്സിബിറ്റ് ചെയ്യുന്ന ക്വാളിറ്റീസ് അല്ലായിരിക്കും ഇദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഇദ്ദേഹം എന്താണ് കുറച്ചുകൂടെ അത്ര റൂഡല്ലായിരുന്നു. എല്ലാവരോടും വളരെ ലീനിയന്റ് ആയിട്ട് എല്ലാവരോടും വളരെ ദയമായിട്ടൊക്കെ പെരുമാറുന്ന ഒരു രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പോളിസി അത്ര സ്ട്രിക്റ്റ് ഉള്ള ഇപ്പൊ എന്താണ് നമ്മൾ ബൽബന്റെ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് എത്ര ബ്ലഡ് ഷെഡ് വന്നാലും അദ്ദേഹം എന്താണ് മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കും. അതുപോലെ ഖിൽജിയുടെ കാര്യം ഇപ്പൊ ജലാലുദ്ദീൻ ഖിൽജിയുടെ നോക്കുകയാണെങ്കിൽ അത്ര പ്രായത്തിൽ എന്താണ് രാജഭരണം ഏറ്റവും തന്നെ അദ്ദേഹം അത്ര റൂഡല്ല. എല്ലാവരോടും വളരെ
ദയോട് പെരുമാറിയിരുന്ന ഒരാളാണ് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഐഡിയ പറയുന്നത്, ജലാലുദ്ദീൻ ഖിൽജി പറയുന്നത് ആരാണോ ഭരിക്കപ്പെടുന്നത് അവരുടെ ഇഷ്ടത്തിനായിരിക്കണം നമ്മൾ ഭരിക്കേണ്ടത്. അതായത് ഇപ്പൊ നിങ്ങൾ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവരൊക്കെ എന്താണ് ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന രാജാക്കന്മാരാണ്. പക്ഷെ നിങ്ങൾ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർ കൂടുതലും ഹിന്ദു മതസ്ഥരായതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇന്ത്യ എന്താണ് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഓരോ റൂളേഴ്സിന്റെ സ്വഭാവം അനുസരിച്ചാണ് മാറി മാറി വരുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം ഖിൽജി ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ 6 വർഷമാണ് ആര് ഭരിച്ചിരിക്കുന്നത്? ജലാലുദ്ദീൻ ഖിൽജി ഭരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജലാലുദ്ദീൻ ഖിൽജിയുടെ ഈ ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഏതാണ് അഫ്ഗാൻ ഭാഗത്ത് തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ വന്ന് താമസിച്ച ടർക്സ് ആയതുകൊണ്ട് ഇവരെ നമ്മൾ അഫ്ഗനൈസ്ഡ് ടർക്സ് എന്നാണ് പറയുന്നത്. അഫ്ഗനൈസ്ഡ് ടർക്സ്. അപ്പൊ അദ്ദേഹം എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള യുദ്ധം ഈ 6 വർഷം അദ്ദേഹം ഭരിച്ചു എന്ന് പറഞ്ഞത്, ആദ്യത്തെ കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള യുദ്ധം മംഗോൾ ഇൻവേഷൻസ് എതിരെയാണ്. മംഗോൾ ഇൻവേഷൻസ്. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജി ആണെങ്കിലും പിന്നെ വന്ന അലാവുദ്ദീൻ ഖിൽജി ആണെങ്കിലും ഏറ്റവും കൂടുതൽ യുദ്ധം ആർക്കെതിരെയാണ് ചെയ്തിട്ടുള്ളത്? മംഗോൾ ഇൻവേഷൻ. നിങ്ങൾക്കറിയാം സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്ന് ഇന്ത്യയെ അറ്റാക്ക് ചെയ്തൊരു ട്രൈബാണ് മംഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മംഗോൾസിനെ തുരത്താൻ വേണ്ടിയുള്ള യുദ്ധങ്ങളാണ് കൂടുതലും ആര് ചെയ്തിട്ടുള്ളത്? ജലാലുദ്ദീൻ ഖിൽജി ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ജലാലുദ്ദീൻ ഖിൽജിയുമായിട്ട് യുദ്ധത്തിൽ വന്ന ഒരാൾ ആരാണ്? മാലിക് ചച്ചു എന്ന് പറയുന്ന ഒരാളാണ്. മാലിക് ചച്ചു. ഇദ്ദേഹം ഈ ഒരു സമയത്ത് ജലാലുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് ഖാര എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ ആയിരുന്നു. ഗവർണർ ഓഫ് ഖാര. ഈ ഖാര എന്ന് പറയുന്നത് നമ്മുടെ ഉത്തർപ്രദേശിൽ വരുന്ന ഒരു പ്രൊവിൻസ് ആണ്. അപ്പൊ ഈ ഒരു റീജിയന്റെ ഗവർണർ ആയിരുന്നു മാലിക് ചച്ചു. അപ്പം മംഗോൾ ഇൻവേഷൻസിന്റെ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ ജലാലുദ്ദീൻ ഖിൽജിക്ക് നേരിടേണ്ടി വന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഈ മാലിക് ചച്ചു. അപ്പൊ മാലിക് ചച്ചു ജലാലുദ്ദീൻ ഖിൽജിക്കെതിരെ ഒരു ബ്രൂട്ടലായിട്ട് ഒരു യുദ്ധം ചെയ്യുകയും അതിൽ ജലാലുദ്ദീൻ ഖിൽജി മാലിക് ചച്ചുവിനെ തോൽപ്പിക്കുകയും എന്നിട്ട് ക്ഷമിക്കുകയും ചെയ്തു. അത് ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ മാലിക് ചച്ചു പിന്നീട് ഒന്നുകൂടെ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ യുദ്ധത്തിൽ അദ്ദേഹത്തെ ജലാലുദ്ദീൻ ഖിൽജി മാലിക് ചച്ചുവിനെ തോൽപ്പിച്ചു. അന്നേരം അദ്ദേഹത്തിന്റെ എല്ലാ ആക്ഷനെയും ആര് ക്ഷമിച്ചു വിടുകയാണ്? ജലാലുദ്ദീൻ ഖിൽജി. അപ്പൊ അത്രയും ക്ഷമയുള്ള ഒരാൾ, അതായത് അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും ആരെടുത്തിരുന്നില്ല? ജലാലുദ്ദീൻ ഖിൽജി എടുത്തിരുന്നില്ല. ഇനി വരുന്ന അടുത്ത ആളെന്ന് പറയുന്നത് അലാവുദ്ദീനാണ്. അപ്പൊ ജലാലുദ്ദീന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അപ്പൊ ജലാലുദ്ദീൻ സമാധാനത്തിന്റെ പാതയാണെങ്കിൽ അലാവുദ്ദീൻ മൊത്തത്തിൽ വയലന്റ് മെഷേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് മംഗോൾ ഹസാർഡ്സ്. അതായത് മംഗോൾസിനെതിരെയായിട്ട് അദ്ദേഹം ഏകദേശം 1292 കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വൺ ഓഫ് ദ ലെജൻഡറി റൈറ്റർ ആണ് ആരെന്ന് പറയുന്നത്? അമീർ ഖുസ്രു. അപ്പൊ അമീർ ഖുസ്രു ഈ ഒരു ജലാലുദ്ദീൻ ഖിൽജിയുടെ ജീവിതത്തെ അദ്ദേഹത്തിന്റെ ഈ പല യുദ്ധങ്ങളായിട്ട്, ഇപ്പൊ മാലിക് ചച്ചുവുമായിട്ടുള്ള യുദ്ധമാണെങ്കിലും മംഗോളുമായിട്ടുള്ള യുദ്ധങ്ങളെ പറ്റിയും പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ബുക്കാണ് മിഫ്താഹ് അൽ ഫുത്ത എന്ന് പറയുന്നത്. 1291 വരുന്ന ബുക്കാണ് മിഫ്താഹ് ഉൽ ഫത്ത എന്ന് പറയുന്നത്. അപ്പൊ അമീർ ഖുസ്രു ഈ ഒരു ജലാലുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അപ്പൊ ഇതാണ് അടുത്ത പോയിന്റ് വരുന്നത്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിലെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേറ്റ്, അതിപ്പോ നിങ്ങൾ ഭരിക്കുന്ന ഏത് പ്രദേശമായിക്കോട്ടെ അവിടെ ഭരണപ്പെടുന്നത് ആരാണോ, അതായത് ജനങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കണം നിങ്ങൾ ഭരിക്കുന്നത്. അതാണ് ദ സ്റ്റേറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ വില്ലിംഗ് സപ്പോർട്ട് ഓഫ് ദ ഗവർണർ. അതായത് ഇന്ത്യ ഒരിക്കലും നമുക്കൊരു നോട്ട് എ ട്രൂലി ഇസ്ലാമിക് സ്റ്റേറ്റ്, ഒരിക്കലും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഭരിക്കപ്പെടുന്ന ആൾക്കാരിൽ കൂടുതലും ഇസ്ലാമിക് പോപ്പുലേഷൻ അല്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജി അത്ര ലീനിയന്റ് ആയിട്ട് എല്ലാവരോടും പെരുമാറിയുകൊണ്ട് തന്നെ അദ്ദേഹം മെയിനായിട്ട് ശ്രദ്ധിച്ചാണ് എല്ലാവരുടെയും, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ നോബിൾസ്, നമ്മൾ ചാലിസ പഠിച്ചാണ്, അതായത് ഈ രാജാവിനെ അസിസ്റ്റ് ചെയ്യാൻ നോബിൾസ് ഉണ്ട്. അപ്പൊ ഈ നോബിൾസിന്റെ എതിരെയൊക്കെ അദ്ദേഹം നല്ല രീതിയിലാണെന്ന്, ഒരിക്കലും അവരെ ഹാർഷായിട്ട് എന്തെങ്കിലും പറയുവോ അവരുടെ പവേഴ്സ് എടുത്തു കളയുന്ന രീതിയിൽ ഒരു കാര്യവും ആര് ചെയ്തിട്ടില്ല? ജലാലുദ്ദീൻ ചെയ്തിട്ടില്ല. അപ്പൊ ഒരു 6 വർഷത്തെ ടേമിൽ നോബിൾസിന്റെ കൂടെ നല്ല രീതിയിൽ നിന്ന് മംഗോൾസുമായിട്ടും അല്ലാതെ അദ്ദേഹത്തിനെതിരെ വരുന്ന റിവോൾട്ട് മാത്രം ഫേസ് ചെയ്ത് നല്ല രീതിയിൽ സമാധാനത്തോടെ ആ ഒരു കിങ്ഡം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഇനി അടുത്ത കഥ മാറുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ മരുമകനാണ് അലാവുദ്ദീൻ ഖിൽജി. നമ്മൾ പത്മാവത്, രൺവീർ സിംഗിന്റെ ദീപിക പദുക്കോണിന്റെ സിനിമയിൽ കാണുന്ന പത്മാവതിലെ വില്ലൻ വേഷം രൺവീർ സിംഗ് ആണ് അലാവുദ്ദീൻ ഖിൽജി. ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമാണ് കുറച്ച് ഹിസ്റ്ററി, എന്നാലും ആ ഒരു കഥയൊക്കെ സെയിം, പത്മാവതിന്റെ സ്റ്റോറി ലൈനൊക്കെ സെയിം ആണ് വരുന്നത്. അപ്പൊ പത്മാവതിലൊക്കെ റെഫർ ചെയ്യുന്നത് ആരെയാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്.
അപ്പൊ ഇനി ജലാലുദ്ദീൻ ഖിൽജിയുടെ മരണം എങ്ങനെയാണ് ജലാലുദ്ദീൻ ഖിൽജി മരിച്ചത്? അപ്പൊ ജലാലുദ്ദീൻ ഖിൽജിയെ ആക്ച്വലി എന്താണ് അലാവുദ്ദീൻ ഖിൽജി ചതിയിലൂടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജി പറയാതെ തന്നെ അലാവുദ്ദീൻ ഖിൽജി ഓൾറെഡി എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ജലാലുദ്ദീൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഖാര എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ ആയിരുന്നു. അപ്പൊ ഗവർണർ ആയപ്പം എന്താണ് കുറച്ചുകൂടെ സ്ഥലങ്ങൾ അലാവുദ്ദീന് കൈക്കലാക്കണം. അപ്പൊ അദ്ദേഹം എന്താണ് മാൽവ റീജൻ കൈക്കലാക്കിയിട്ട് മഹാരാഷ്ട്രയിലുള്ള ദേവഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു റെയ്ഡ് നടത്തുകയും ആ ഒരു സ്ഥലം പിടിച്ചടക്കുകയും ചെയ്യുന്നു. അതായത് ദേവഗിരി ആരുടെ അണ്ടറിൽ വരുന്നു? അലാവുദ്ദീൻ ഖിൽജിയുടെ അണ്ടറിൽ വരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു രാജാവ് മേളിലുണ്ടല്ലേ, അപ്പൊ രാജാവ് മേളിലുണ്ട്, അയാളുടെ അണ്ടറിലുള്ള ഒരു ഗവർണർ ഒരു സ്ഥലം പിടിച്ചെടുക്കുമ്പോൾ അയാൾ ആരെ വേണം റിപ്പോർട്ട് ചെയ്യാൻ? ആ രാജാവിനെ റിപ്പോർട്ട് ചെയ്യണം. അതായത് അലാവുദ്ദീൻ ദേവഗിരി എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്താൽ അലാവുദ്ദീൻ റിപ്പോർട്ട് ചെയ്യേണ്ട ആരുടെ അടുക്കല? ജലാലുദ്ദീന്റെ അടുക്കല. പക്ഷെ അലാവുദ്ദീൻ അത് ചെയ്യാതെ നേരെ എവിടേക്ക് പോയി? ഖാര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഖാര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ജലാലുദ്ദീൻ എന്താണ് ദേഷ്യമല്ലേ, അതായത് തന്നോട് റിപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹം എന്താണ് നേരെ ഖാര എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊവിൻസിൽ തന്നെ പോയി. അപ്പൊ ജലാലുദ്ദീൻ എന്താണ് പക്ഷെ മരുമകനാണ്, ഒരു നല്ല രീതിയിൽ ജലാലുദ്ദീൻ ഇതും ക്ഷമിക്കാണ്. ജലാലുദ്ദീൻ ഓർത്തു എന്തായാലും അലാവുദ്ദീനെ പോയി കാണാമെന്ന്. അപ്പൊ അലാവുദ്ദീനെ പോയി ജലാലുദ്ദീൻ എന്താണ് ഒരു കൂട്ടം പട്ടാളമായിട്ട് കാണാൻ പോകുമ്പോൾ ഒരു നദിയുടെ അവിടെ ആകുമ്പം അലാവുദ്ദീന്റെ ബ്രദർ ആയിട്ടുള്ള ഒരാളാണ് ജലാലുദ്ദീനെ സ്വീകരിക്കാൻ വരുന്നത്. ഈ ബ്രദർ സ്വീകരിക്കാൻ വരുമ്പോൾ ജലാലുദ്ദീൻ ആദ്യം ദേഷ്യമാവും, അയ്യോ എന്നെ സ്വീകരിക്കാൻ അലാവുദ്ദീൻ നേരിട്ട് വന്നില്ല, അലാവുദ്ദീന്റെ സഹോദരനെയാണ് അയച്ചത്. അപ്പൊ ജലാലുദ്ദീൻ എന്ത് പറയും? ആദ്യം ദേഷ്യം പ്രകടിപ്പിക്കുക. അപ്പോൾ ഈ സഹോദരൻ പറയും അങ്ങ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്യാൻ വേണ്ടി എന്താണ് അലാവുദ്ദീൻ ഖിൽജി തിരക്കിലാണ്. അപ്പൊ അദ്ദേഹം എന്ത് പറയും? ഈ സഹോദരൻ പറയും എന്തിനാണ് ഇത്രയും കാവൽക്കാരെ, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗമേ ഉള്ളൂ, ഈ നദി ക്രോസ് ചെയ്ത് കുറച്ച് ആൾക്കാർ മാത്രം മതിയല്ലോ. അപ്പൊ ജലാലുദ്ദീൻ അത് സമ്മതിക്കുകയും കൂടെ ഒരു 10-15 പേരെ മാത്രമേ അലാവുദ്ദീൻ ഖിൽജിയെ കാണാനായിട്ട് കൊണ്ടുവന്നുള്ളൂ. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി ആദ്യം ജലാലുദ്ദീനെ കാണുമ്പോൾ സജ്ദ പൈബോസ്, നമ്മൾ കഴിഞ്ഞ ബൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 സല്യൂട്ടേഷൻ മെത്തേഡ്സ് ആണ് സജ്ദ പൈബോസ്. സജ്ദ രാജാവിന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കലും രാജാവിന്റെ രാജാവിനെ കാണുമ്പോൾ വണങ്ങുന്ന 2 കാര്യങ്ങളാണ് സജ്ദയും പൈബോസ്. ഇത് രണ്ടും പ്രൊസീഡ് ചെയ്യുകയും അതായത് അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജിനെ വണങ്ങി കാലുകളിലൊക്കെ വെച്ചിട്ട് അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യാണ്? ജലാലുദ്ദീൻ ഖിൽജി കൊല്ലുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സൈനികർ മാത്രമേ ഉള്ളൂ. ആ ഗ്രൂപ്പ് മൊത്തത്തിൽ അറ്റാക്ക് ചെയ്തിട്ട് ജലാലുദ്ദീൻ ഖിൽജിയെ അലാവുദ്ദീൻ ഖിൽജി കൊല്ലും. എന്നിട്ട് നമ്മൾ കഥകളിൽ പറയുന്നത് ഈ ജലാലുദ്ദീൻ ഖിൽജിയുടെ തല അലാവുദ്ദീൻ ഖിൽജി ഒരു സ്പിയറിലാക്കിയിട്ട് ആ നാട് മൊത്തം കൊണ്ട് കാണിക്കുക എന്നാണ്. അതായത് അദ്ദേഹം ആ ഒരു നാട്ടിന്റെ മൊത്തം ഒരു ഡൽഹി സൽത്തനയിൽ ഭരിച്ച ഒരു ഡൈനാസ്റ്റിയിലെ രാജാവിനെ കൊന്നിട്ട് ആ തല ഒരു സ്പിയറിലാക്കി എല്ലാവരെയും കൊണ്ട് കാണിക്കണം, അദ്ദേഹത്തിന്റെ പവർ കാണിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ആര് മരിക്കുന്നത്? ജലാലുദ്ദീൻ ഖിൽജി മരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള വർഷം മൊത്തം ഭരിക്കുന്ന ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണം നോക്കുമ്പോൾ നമ്മൾ സിനിമ സൈഡിൽ കുറച്ച് നെഗറ്റീവ് റോൾ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? അലാവുദ്ദീൻ ഖിൽജി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത ടൈറ്റിൽ, അദ്ദേഹം മിന്റ് ചെയ്ത കോയിൻസിൽ അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ച ടൈറ്റിലാണ് സിക്കന്ദർ ഐ അസാം. ഷയാം ദ ഗ്രേറ്റ് എന്നൊക്കെ വരുന്നതാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്ന അതുപോലത്തെ ഒരു ടൈറ്റിലാണ്. അതുപോലെ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മെയിനായിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അമീർ ഖുസ്രുവിന് പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ. അമീർ ഖുസ്രുവിന് പാരറ്റ് ഓഫ് ഇന്ത്യ അല്ലെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ തുതി ഹൈ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞല്ലേ നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ അമീർ ഖുസ്രു അദ്ദേഹത്തിന് വിക്ടറീസ് ഒക്കെ ഡിഫൈൻ ചെയ്തൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ആരുണ്ട്? അമീർ ഖുസ്രു ഉണ്ട്. അപ്പൊ അമീർ ഖുസ്രുവിനെയാണ് പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ കൊടുക്കുന്ന ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ ഈ ജലാലുദ്ദീൻ ഖിൽജിക്ക് എന്ത് മനസ്സിലാവും? ഈ നോബിൾസ്, നമുക്കറിയാം ഈ നോബിൾസ്, ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന നോബിൾസിന്റെ പവർ കൂടി വന്നാൽ രാജാവിന്റെ പവർ കുറയും. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി എന്ത് തീരുമാനിച്ചു? നോബിൾസിന്റെ പവർ കുറയ്ക്കാൻ തീരുമാനിക്കും. ടു കെയർ ദ പവേഴ്സ് ഓഫ് നോബിൾസിന്റെ പവേഴ്സും അതുപോലെ രാജ്യഭരണത്തിന്റെ കാര്യത്തിൽ ഉലേമ എന്ന് വെച്ചാൽ ഇസ്ലാമിക് ടീച്ചേഴ്സ് ആണ്, ഇസ്ലാമിക് ഫിലോസഫേഴ്സ്. ഏതൊരു മതമാണെങ്കിലും അതിന്റെ പണ്ഡിതന്മാരെന്താണ് ഇവർക്കൊരു രാജാവിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കാണുമല്ലോ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന്റെയും ഇന്റർഫറൻസ് കുറച്ചു, അതായത് നോബിൾസിന്റെയും ഉലേമയുടെയും ഗ്രൂപ്പിന്റെ ഇന്റർഫറൻസ് കുറച്ചു. ഇനി അലാവുദ്ദീൻ കുറച്ച് റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മിലിറ്ററിയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും മറ്റ് രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അലാവുദ്ദീൻ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഡൽഹി സൽത്തനേറ്റിൽ
പെർമനന്റ് സ്റ്റാൻഡിങ് ആർമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജി ആണ്. അതും ഈ ഒരു ആർമിക്ക് അവർക്ക് സാലറി കൊടുക്കുന്നത് റോയൽ ട്രഷറിയിൽ നിന്ന് ക്യാഷ് ആയിട്ട് തന്നെയായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ ആർമി ഓഫീസേഴ്സിന് നമ്മൾ ഇക്താദാരി സിസ്റ്റം ഒക്കെ കണ്ടാണ്. ചിലപ്പോൾ ലാൻഡിന്റെ അവിടുന്ന് റവന്യൂ കളക്ട് ചെയ്യാനൊക്കെ പറയും. പക്ഷെ അലാവുദ്ദീൻ അങ്ങനെ ആയിരുന്നില്ല. ഒരു വലിയ സ്റ്റാൻഡിങ് ആർമി, ആദ്യമായിട്ടാണ് ഒരു രാജാവ് ഒരു വലിയ സ്റ്റാൻഡിങ് ആർമി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ആർമിക്ക് കാശ് കൊടുക്കുന്ന, അതായത് ആർമിയുടെ സാലറി എന്ന് പറയുന്നത് റോയൽ ട്രഷറിയിൽ നിന്ന് ഡയറക്റ്റ് എന്താണ് കാശ് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അതല്ലാതെ അലാവുദ്ദീൻ ഖിൽജി 2 സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്ന് ചെഹ്റ, അല്ലെങ്കിൽ ഇതിനെ ഹൂലിയ എന്നും പറയും. ഇനി ഹൂലിയ കാണുമ്പോൾ മാറിപ്പോയത് HULIYA, ഹൂലിയ. ചെഹ്റ അല്ലെങ്കിൽ ഹൂലിയ. രണ്ടാമത്തെ സിസ്റ്റം ആണ് ദാഗ് സിസ്റ്റം. ഇത് രണ്ടും എന്തിലാണ്? മിലിറ്ററി റിഫോംസ്, മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ചെഹ്റ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ എന്താണ്, ഈ മിലിറ്ററിയിൽ ഇഷ്ടം പോലെ സോൾജേഴ്സ് കാണും, സൈനികർ കാണും. ഇവർക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതായത് ഇന്ന പേരാണ്, ഇന്ന റാങ്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് ഈ സോൾജേഴ്സിന് ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ചെഹ്റ സിസ്റ്റം എന്ന് പറയുന്നത്, ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് സോൾജേഴ്സ്. ഇനി ദാഗ് എന്ന് വെച്ചാൽ ഈ അവിടെ എന്താണ്, നമ്മുടെ ഈ ഒരു മിലിറ്ററിയിൽ ഒരുപാട് കുതിരകളുണ്ടല്ലേ, അപ്പൊ ഈ കുതിരകളെ ബ്രാൻഡ് ചെയ്യുക, അതായത് ഇന്ന കുതിര ഏറ്റവും നല്ല രീതിയിൽ എന്താണ് ഓടാൻ പറ്റുന്നവ, എന്നാണ് അത്ര പെർഫോമൻസ് ഇല്ലാത്ത, അങ്ങനെയൊക്കെ പല പല വിഭാഗങ്ങളായിട്ട് നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ പെട്ടെന്ന് എന്താണ് ഇന്ന കുതിര എടുത്തിട്ട് പോകണമെന്നൊക്കെ നേരത്തെ നമ്മൾ ആലോചിച്ചൊന്ന് വെക്കുകയാണ്. അപ്പൊ അതിനെ ബ്രാൻഡ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല ആരോഗ്യമുള്ള കുതിരകളെ യുദ്ധത്തിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഹോഴ്സിനെ ബ്രാൻഡ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് ദാഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ദാഗ് സിസ്റ്റം അല്ലെങ്കിൽ ഹോഴ്സ് ബ്രാൻഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ മിലിറ്ററി റിഫോംസിൽ വരുന്ന 2 മെയിൻ കാര്യങ്ങൾ, 2 മെയിൻ ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് സോൾജേഴ്സിനെ എന്താണ് ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ ഹോഴ്സസിനെ. അപ്പൊ അതെന്താണ്? ചെഹ്റ സിസ്റ്റം അല്ലെ ഹൂലിയ സിസ്റ്റം എന്ന് പറയും. മറ്റേതിന് എന്താണ്? ദാഗ് സിസ്റ്റം എന്ന് പറയും. പിന്നെ അലാവുദ്ദീൻ ആണ് ആദ്യമായിട്ട് എന്താണ് ഒരു വലിയ പെർമനന്റ് സ്റ്റാൻഡിങ് ആർമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രാജാവ് എന്ന് പറയുന്നത്. ഇനി അലാവുദ്ദീന്റെ മാർക്കറ്റ് റിഫോംസ് ഉണ്ട്. മാർക്കറ്റ് റിഫോംസ്, ഇപ്പൊ അലാവുദ്ദീന്റെ കാലഘട്ടത്തിൽ മാർക്കറ്റ് 4 രീതിയിൽ തിരിച്ചെന്നാ പറയുന്നത്. മാർക്കറ്റ് റിഫോംസിൽ 4 രീതിയിൽ മാർക്കറ്റ് തിരിക്കും. ആദ്യത്തെ രീതിയിൽ, അതായത് ആദ്യത്തെ പാർട്ട് മാർക്കറ്റ്സിൽ ഗ്രെയിൻസ് മാത്രമേ കാണൂ, ഗ്രെയിൻസ് മാത്രം. അപ്പൊ ഗ്രെയിൻസിന് വേണ്ടി മാത്രം ഒരു മാർക്കറ്റ്. രണ്ടാമത്തെ മാർക്കറ്റിൽ ക്ലോത്ത്സ്, തുണിത്തരങ്ങള്, ബാക്കിയുള്ള സാധനങ്ങൾ, ഗ്രോസറീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. മൂന്നാമത്തെ മാർക്കറ്റിൽ ഹോഴ്സ്, സ്ലേവ്സ്, കാറ്റിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഇതിലൊന്നും പെടാത്ത കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി 4ാമത്തെ മാർക്കറ്റാണ് മിസ്സെല്ലേനിയസ്, അതായത് ഇതിലല്ല ഉൾപ്പെടുത്താത്ത, അതായത് ഒരു 4 രീതിയിൽ അദ്ദേഹം മാർക്കറ്റിനെ വേർതിരിക്കുകയും ഈ മാർക്കറ്റിന്റെ ഫങ്ഷനിങ് നോക്കാൻ വേണ്ടി ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും. മാർക്കറ്റിന്റെ ഈ ഒരു 4 ഡിവിഷന്റെ ഫങ്ഷനിനെ നോക്കാൻ വേണ്ടി ഒരു ഓഫീസർ, അദ്ദേഹമാണ് ഷഹാന ഐ മന്തി എന്ന് പറയും. ഷഹാന ഐ മന്തി. ഇനി വേറൊരു പോയിന്റ് ഉള്ള, അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് റിഫോംസ് വരുന്നത്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി ആണ് ഫസ്റ്റ് സുൽത്താൻ ടു മെഷർ ലാൻഡ്. ആദ്യമായിട്ട് ലാൻഡ് മെഷർ ചെയ്ത് നികുതി തീരുമാനിക്കുന്ന ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നതും ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയെ പറ്റി ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ള, നമുക്ക് ആ സിനിമയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണ്? പത്മാവത് ആണ്. പത്മാവത്. അപ്പൊ ആ ബുക്ക് എഴുതിയേക്കുന്ന ആരാണ്? മാലിക് മുഹമ്മദ് ജേസി ആണ്. മാലിക് മുഹമ്മദ് ജേസി. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ആ സിനിമയിലൊക്കെ റെഫർ ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടും സ്റ്റോറിയും ഒക്കെ എഴുതുന്നത് ഈ ഒരു ബുക്കിലാണ്. കാരണം അലാവുദ്ദീൻ പല നാട്ടുരാജ്യങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടി റിവോൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അലാവുദ്ദീൻ രാജ്പുത്സിനെതിരെ നടത്തുന്ന ഒരു റിവോൾട്ടിലാണ് ആ ഒരു ഭാഗത്തെ കഥയാണ് ആ ഒരു ബുക്കിൽ പറയുന്നതും ആ ഒരു സിനിമയിലും. എന്നിട്ട് പത്മാവത് എന്ന് പറയുന്ന രാജകുമാരിയെ മോഹിച്ചതും അവര് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് ആ സിനിമയിലും ബുക്കിലുമായിട്ട് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മിലിറ്ററി എക്സ്പെഡിഷൻ, അതായത് അദ്ദേഹം ഓരോ സ്ഥലങ്ങൾ കൈയടക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്.
അപ്പം അദ്ദേഹത്തിൻ്റെ മിലിറ്ററി റിഫോംസ് നമ്മൾ നോക്കി. മിലിറ്ററിയിൽ എന്തൊക്കെ മാറ്റമാണ്? ഒരു വലിയ സ്റ്റാൻഡിങ് ആർമി, ചെഹ്റ, ദാഗ് എന്ന് പറയുന്ന 2 സിസ്റ്റം കൊണ്ടുവന്നു. മാർക്കറ്റിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 4 രീതിയിൽ, ആദ്യത്തെ മാർക്കറ്റ് ഗ്രെയിൻസിന്, രണ്ടാമത്തെ ക്ലോത്ത്സിന്, മൂന്നാമത്തെ ഹോഴ്സസ് റേസ്, അങ്ങനെ നാലാമത്തെ ഒരു മിസലേനിയസ് ആയിട്ടുള്ള 4 രീതിയിൽ മാർക്കറ്റ് തിരിക്കുകയും ഈ മാർക്കറ്റിന്റെ ഫംഗ്ഷനിങ് നോക്കാൻ ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും. ആ ഓഫീസറാണ് ഷഹാറ-ഇ മണ്ടി എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ലാൻഡ് മെഷർ ചെയ്യാൻ ഉത്തരവിടുന്ന രാജാവും. ഇദ്ദേഹത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലിറ്റററി സോഴ്സ് ആണ് പത്മാവത്. ഈ പത്മാവത് എഴുതുന്ന ആരാണ്? മാലിക് മുഹമ്മദ് ജയ്സിയാണ്. ഓക്കെ, അപ്പൊ അലാവുദ്ദീൻ ഖിൽജി. ഇനി അലാവുദ്ദീൻ ഖിൽജിയെ പറ്റി മെയിൻ ആയിട്ടുള്ളത്, അലാവുദ്ദീൻ ഖിൽജി നമ്മുടെ മംഗോൾ ഇൻവേഷൻ, അതായത് മംഗോൾസിനെ എതിരേറ്റതാണ്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി മംഗോൾസുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ആ ഒരു യുദ്ധത്തെ ആ യുദ്ധം നടക്കുന്നത് യമുന നദിയുടെ തീരത്താണ്. യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കിലി. ബാറ്റിൽ ഓഫ് കിലി എന്ന് പറയും. ബാറ്റിൽ ഓഫ് കിലി ഏകദേശം 1299 നടക്കുന്നത്. അപ്പൊ ഇത് മംഗോൾസും അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലാണ് നടക്കുന്നത്. മംഗോൾസ് വേഴ്സസ് അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജലാലുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് തന്നെ മംഗോൾസ് എന്താണ് ഈ ഒരു ഖിൽജി ഡൈനാസ്റ്റി അറ്റാക്ക് ചെയ്തു. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജി ഒരു പരിധി വരെ അതിനെ എന്താണ് നോക്കി നടത്തിയായിരുന്നു. അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണം വരുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു മംഗോൾ ഇൻവേഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും നല്ല മിലിറ്ററി ജനറലായ സഫർ ഖാൻ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹമായിരുന്നു ഈ മംഗോളിനെ മൊത്തം എതിർത്ത് നിർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു പീരീഡിന് ശേഷം കുറെ കൂടെ ഒരു വലിയ ടീമായിട്ട് അവർ വന്നപ്പോൾ അവർ ചതിയിലൂടെ പല കാര്യങ്ങളിലൂടെ സഫർ ഖാനെ ആദ്യമേ കൊലപ്പെടുത്തും. പിന്നീട് ആ മംഗോൾസിനെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു നേതൃത്വത്തിൽ അതായത് സെപ്പറേറ്റ് മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടി ആ ഒരു മിലിറ്ററിയെ 4-5 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് മംഗോൾസിനെതിരെ ഒരു വലിയ അറ്റാക്ക് നടത്തുന്നു. ആ അറ്റാക്കാണ് ബാറ്റിൽ ഓഫ് കിലി. കിലി എന്ന് പറയുന്നത് യമുന നദിയുടെ തീരത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു ബാറ്റിൽ അലാവുദ്ദീൻ ഖിൽജി ഏകദേശം 8000 മംഗോൾസിന്റെ തല അറുത്തു എന്നാണ് പറയുന്നത്. 8000 മംഗോൾസിന്റെ തല അറുത്തു. എന്നിട്ട് ആ തലകൾ വെച്ച് ഫൗണ്ടേഷൻ വെച്ച് അദ്ദേഹം പണിത, തലകളുടെ ഹിന്ദിയിൽ പറയുന്നത് സിറന്ന, അപ്പൊ ആ തലകളുടെ ഫൗണ്ടേഷൻ വെച്ച് അദ്ദേഹം പണി കഴിപ്പിച്ച കോട്ടയാണ് സിരി ഫോർട്ട് എന്ന് പറയുന്നത്. സിരി ഫോർട്ട്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി ബിൽഡ് ചെയ്തൊരു ഫോർട്ടാണ് സിരി ഫോർട്ട്. ഇതല്ലാതെ അലാവുദ്ദീൻ ഖിൽജി ബിൽഡ് ചെയ്ത വേറൊരു ഫോർട്ടാണ് അലൈ ദർവാസ. അലൈ ദർവാസ എന്ന് പറയുന്നത് നമ്മുടെ കുത്തബ് മിനാർ കോംപ്ലക്സിന്റെ ഗേറ്റ് വേ ആണ് അലൈ ദർവാസ. ഇത് പണിതതും ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ സിരി ഫോർട്ട് ആ ഒരു പേര് കിട്ടാനൊക്കെ കാരണം എന്താണ്? അലാവുദ്ദീൻ ഖിൽജി ഏകദേശം 8000 മംഗോൾസിന്റെ തല വെച്ചിട്ട്, ആ തല ഫൗണ്ടേഷൻ ആക്കി വെച്ചിട്ട് അതിന് മേളിൽ പണിതാണ് സിരി ഫോർട്ട് എന്ന് പറയുന്നത്. അതല്ലാതെ അദ്ദേഹം പണിതിട്ടുള്ളത് നമ്മുടെ കുത്തബ് മിനാർ കോംപ്ലക്സ്, നമ്മുടെ കുവാത്തുൽ മോസ്ക്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോസ്ക് ആര് പണിതാണ്? കുത്തുബ്ദീൻ ഐബക്ക് പണിതാണ്. അപ്പൊ അതിന്റെയൊക്കെ എൻട്രൻസിൽ വരുന്ന ഗേറ്റ് വേ ആയ അലൈ ദർവാസ പണിതതും ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇനി അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം, അലാവുദ്ദീന് ശേഷം ആര്? അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആദ്യം അടിമയായിട്ട് വന്ന, പിന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജനറൽ ആയിട്ട് മാറിയ ആളാണ് മാലിക് കഫൂർ എന്ന് പറയും. അപ്പൊ മാലിക് കഫൂർ അപ്പൊ ഏറ്റവും നന്നായിട്ട് അലാവുദ്ദീനുമായിട്ട് നല്ല രീതിയിൽ പേഴ്സണൽ റിലേഷൻസും പൊളിറ്റിക്കൽ റിലേഷൻസും മിലിറ്ററി റിലേഷൻസും വെച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മാലിക് കഫൂർ എന്ന് പറയുന്നത്. അപ്പം മാലിക് കഫൂർ അലാവുദ്ദീന്റെ സമയത്ത് തന്നെ നല്ലൊരു ജനറലായിരുന്നു. അപ്പൊ അലാവുദ്ദീന് പ്രിയപ്പെട്ട ഒരാളൂടായിരുന്നു. അപ്പൊ അലാവുദ്ദീന്റെ മരണശേഷം ആ ഒരു ത്രോണിലേക്ക് വരുന്നത് പലരും പറയുന്നുണ്ട് മാലിക് കഫൂർ അലാവുദ്ദീനെ ചതിച്ചു കൊന്നതാന്നൊക്കെ കഥകൾ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് പഠിക്കാനും ഇല്ല, നമുക്ക് അതിൽ ഉറപ്പുമില്ല. അപ്പൊ മാലിക് കഫൂർ അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം ആ ത്രോണിൽ കുറച്ച് ദിവസത്തേക്ക് ഇരുന്നുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാലിക് കഫൂറിനെ അലാവുദ്ദീൻ ഖിൽജിയുടെ മകനായ മുബാറക് ഷാ ആ ഒരു ത്രോണിൽ നിന്ന് അവിടെ നിന്ന് എടുത്തു കളയുകയും പിന്നീട് മുബാറക് ഷാ ആണ് ഭരിക്കുന്നത്. മുബാറക് ഷാ ഭരിച്ചിട്ട് മുബാറക് ഷായെ ആര് കൊല്ലും? ഖുസ്രു എന്ന് പറയുന്ന ഒരാൾ കൊല്ലും. അപ്പൊ ഈ ഖുസ്രു ആക്ച്വലി വരുന്നത്, ഇദ്ദേഹം ജനിച്ചത് ഒരു ഹിന്ദു കാസ്റ്റിലാണ്. ഒരു ഹിന്ദു കാസ്റ്റിൽ ജനിച്ച ഒരാളാണ് ഖുസ്രു എന്ന് പറയുന്നത്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം കുറച്ച് ദിവസത്തേക്ക് ആര് ഭരിക്കും? മാലിക് കഫൂർ ഭരിക്കും. മാലിക് കഫൂറിനെ എടുത്തു കളഞ്ഞ് അലാവുദ്ദീൻ ഖിൽജിയുടെ മകനായ മുബാറക് ഷാ തന്നെ വരും. പക്ഷെ മുബാറക് ഷായും അധിക കാലഘട്ടം ഭരിക്കുന്നില്ല. അദ്ദേഹത്തെ കൊന്നുകൊണ്ട് ആര് വരികയാണ്? ഖുസ്രു എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ബേസിക്കലി ബോൺ ആയിരിക്കുന്ന ഒരു ഹിന്ദു കാസ്റ്റിലാണ്. അപ്പൊ ഈ ഒരു സമയത്ത് പഞ്ചാബ് ഭരിച്ചിരുന്ന ഒരു ഗവർണറാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്.
അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഖാസി മാലിക് എന്ന് പറയും. ഖാസി മാലിക് നോക്കിയപ്പോൾ ഈ ഡൽഹി സൽത്തനേറ്റിന്റെ ഭരണം ഒരു ഹിന്ദു കാസ്റ്റിൽ ബോൺ ആയ ഒരാളുടെ കയ്യിലാണ്. അപ്പൊ എങ്ങനെയും അത് കൈക്കലാക്കണമെന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ഖാസി മാലിക്കിന്റെ ആവശ്യമാണ്. അപ്പൊ ഖാസി മാലിക് അദ്ദേഹത്തിന്റെ മകന്റെ സഹായത്തോടെ, മകൻ എന്ന് പറയുന്നത് ജൗന തുഗ്ലക്കാണ്, അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഈ ഒരു അവസാനത്തെ എന്താണ് ഖുസ്രുവിനെ കൊന്നുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് തൊട്ടടുത്ത് വരുന്ന ഡൈനാസ്റ്റി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അലാവുദ്ദീന്റെ മരണശേഷം ഏകദേശം 4 വർഷം കൊണ്ട് ഖിൽജി ഡൈനാസ്റ്റി കംപ്ലീറ്റ്ലി തകർന്നഴിയുകയും അടുത്തായിട്ട് ഇനി അവസാനം കൊന്നതാരാണ്? ഖാസി മാലിക്കാണ്. അപ്പൊ അടുത്തായിട്ട് വരാൻ പോകുന്ന ഡൈനാസ്റ്റി ഏതാണ്? തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏകദേശം തുഗ്ലക് ഡൈനാസ്റ്റിയുടെ മാപ്പ്. ഈ ഗ്രീൻ പോർഷൻ ഇത്രയും ഭാഗം എന്താണ്? ഡൽഹി സൽത്തനേറ്റ് തുഗ്ലക് ഭരിച്ചപ്പോൾ അണ്ടറിലുണ്ടായെന്ന് പറഞ്ഞത്. ഈ സൗത്ത് ഇത്രയും മധുര വരെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെഡീഷൻ ആണ് സദേൺ എക്സ്പെഡീഷൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഏകദേശം മധുരൈ റീജിയനും അങ്ങനെയുള്ള എന്താണ് നമ്മുടെ കേരളത്തിന്റെ നോർത്തിലെ കുറച്ച് റീജിയൻസ് ഒക്കെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ അണ്ടറിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മാപ്പ് ഇത്രയും എന്താണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ തുഗ്ലക് ഡൈനാസ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 3 തുഗ്ലക് രാജാക്കന്മാരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് ഫൗണ്ടർ ആയിട്ടുള്ള ഗിയാസുദ്ദീൻ തുഗ്ലക്, രണ്ടാമത് ഏറ്റവും ഫേമസ് തുഗ്ലക് രാജവംശത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്, മൂന്നാമത്തേത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. അവിടെ ടൈം പീരീഡ് ആണ് കൊടുത്തേക്കുന്നത്. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1320 മുതൽ 1414 വരെയാണ്. അത്യാവശ്യം നല്ലൊരു ടൈം പീരീഡ് ഭരിച്ചിട്ടുണ്ട്. ആദ്യം വരുന്ന ആള് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. അപ്പൊ ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ്? അദ്ദേഹം വളരെ ലീനിയന്റ് ആയിട്ട്, അതായത് യുദ്ധങ്ങളൊന്നും അത്ര താല്പര്യം ഇല്ലാത്ത ഒരു രാജാവാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ വലിയ യുദ്ധങ്ങൾ പഠിക്കാനില്ല. അപ്പൊ രാജാക്കന്മാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആ ഒരു പീരീഡിലുള്ള യുദ്ധങ്ങൾ പഠിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കാലത്ത് അല്ലെ ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ്. ഈ ഒരു നോബിൾസുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ഈ ഒരു എന്താണ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സൂഫി സെയിന്റ് ആണ് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് തന്നെ എടുത്ത ടൈറ്റിലാണ് ഖാസി, സ്ലെയർ ഓഫ് ശത്രുക്കൾ എന്നാണ്, ശത്രുക്കളുടെ അന്തകൻ അല്ലെ സ്ലെയർ ഓഫ് ഇൻഫിഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താണ് ഓൾറെഡി ഈ ഒരു ഗവർണർ ആയിരുന്നു എവിടുത്തെ പഞ്ചാബ് റീജിയനിൽ. അപ്പൊ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഏബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? എല്ലാവർക്കും തുല്യ നീതി കിട്ടണം, എല്ലാവരോടും ഒരു രാജാവ് പെരുമാറുന്ന പോലെ ആയിരുന്നില്ല, എല്ലാവരെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു എന്താണ് ഭരണമാണ് ആര് കാഴ്ചവെച്ചത്? നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക് കാഴ്ചവെച്ചത്. പക്ഷെ ഇതിന് തൊട്ട് മുമ്പുള്ള രാജാവായിരുന്ന ഖുസ്രുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്താണ് ഗിയാസുദ്ദീന് അവരുടെ ലാൻഡുകൾ പിടിച്ചെടുക്കുക, അതായത് ആ ഒരു ഡൈനാസ്റ്റിയുടെ മൊത്തം പവർ പോകുന്ന രീതിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ആര് ചെയ്തിട്ടുണ്ട്? ഗിയാസുദ്ദീൻ ചെയ്തിട്ടുണ്ട്. ആണ് ഹി വാസ് ആൻ എക്സ്പീരിയൻസ് വാരിയർ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് എൻ ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേഷന് എന്തിന്റെ പ്രിൻസിപ്പിൾസിലായിരുന്നു? ജസ്റ്റിസ്, ബെനവലൻസ്, പബ്ലിക് വെൽഫെയർ, ഈ ഒരു ബേസിലാണ് അദ്ദേഹം ഭരിച്ചു പോയിരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തുഗ്ലക്കാബാദ് സിറ്റി, അദ്ദേഹം ഫൗണ്ട് ചെയ്ത ഒരു സിറ്റിയാണ് തുഗ്ലക്കാബാദ് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മംഗോൾ അറ്റാക്സ് ചെയ്യുന്ന, അപ്പോൾ നിങ്ങൾക്കറിയാം എപ്പോഴും നമ്മളൊരു സിറ്റി പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ അതിനെ എപ്പോഴും എന്താണ് കോട്ട കെട്ടി സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പം മംഗോൾ അറ്റാക്സ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോട്ട കെട്ടി സംരക്ഷിച്ച് ഗിയാസുദ്ദീൻ തുഗ്ലക് പണിത ഒരു സിറ്റിയാണ് തുഗ്ലക്കാബാദ് സിറ്റി എന്ന്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്താണ് അമീർ ഖുസ്രു എഴുതിയ ഒരു ബുക്കാണ് തുഗ്ലക് നാമ. തുഗ്ലക് നാമ ആരാണ്? അമീർ ഖുസ്രു ആണ് എഴുതിയത്. ഗിയാസുദ്ദീൻ എന്താണ് തുഗ്ലക്കിന്റെ തുടക്ക കാലഘട്ടത്തെ പറ്റിയൊക്കെ നമുക്ക് ആ ഒരു റെഫറൻസ് എടുക്കാൻ പറ്റുന്ന ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലെ ലിറ്റററി സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? തുഗ്ലക് നാമ. അപ്പോൾ അമീർ ഖുസ്രു ആരുടെ കാലഘട്ടത്തിലുണ്ട്? ജലാലുദ്ദീന്റെ കാലഘട്ടത്തിൽ അവിടെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജിയാണ് അമീർ ഖുസ്രുവിന് എന്ത് ടൈറ്റിൽ കൊടുത്തത്? പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തത്. അതിനുശേഷം അമീർ ഖുസ്രു എന്താണ് ഈ ഒരു തുഗ്ലക് ഡൈനാസ്റ്റിയുടെ റൈസിനെ പറ്റി എഴുതുന്ന ഒരു ബുക്കാണ് തുഗ്ലക് നാമ. കാരണം ഒത്തിരി വർഷമൊന്നും ഇതായിരിക്കില്ല, ഇതൊക്കെ എന്താണ് കാരണം ഖിൽജി ഡൈനാസ്റ്റി കുറച്ച് വർഷം ഉള്ളായിരുന്നല്ലേ ഈ ഒരു തുഗ്ലക്കിന്റെ തുടക്കം. അല്ലാതെ ഇങ്ങനെ അമീർ ഖുസ്രു ഇങ്ങനെ എന്താണ് ഇമ്മോർട്ടൽ ആയിട്ട് ഒരാളൊന്നും അല്ല. ആ ഒരു ടൈം പീരീഡ് 20-30 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അടുത്തതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ബുദ്ധിമാനായ വിഡ്ഢി അല്ലെങ്കിൽ വൈസസ്റ്റ് ഫൂൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ട് പരാജയപ്പെട്ടാൽ നമ്മൾ അതിനെ കളിയാക്കി പറയുന്നതാണ് തുഗ്ലക് പരിഷ്കരണങ്ങളെന്ന്. ഇപ്പൊ സിനിമ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന് മറ്റേ മാണിക്കക്കല്ല് സിനിമയിൽ പൃഥ്വിരാജ് കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ ആ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ ആ കളിയാക്കി എന്താണ് തുഗ്ലക് എന്നൊക്കെ ബോർഡിൽ എഴുതി വെക്കും അല്ലേ.
ആ തുഗ്ലക്ക് ഉദ്ദേശിക്കുന്ന ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ്. അതായത് തുഗ്ലക് ഡൈനാസ്റ്റി വരുന്ന രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത് ഏറ്റവും കൂടുതൽ റിലീജിയസ്ലി ടോളറന്റ്, ഏറ്റവും കൂടുതൽ അറിവുള്ള രാജാവാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പൊ ഈ അറിവ് കൂടിയാൽ എന്താ പ്രശ്നം? അദ്ദേഹം ഉള്ള അറിവ് വെച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നോക്കും. അങ്ങനെ കുറെ ബുദ്ധിപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആര് കൊണ്ടുവന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക് കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്നതെല്ലാം എന്തായിപ്പോയി? എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ 1325 മുതൽ 1351, ഏകദേശം 26 വർഷം ഭരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടൈം ഫ്രെയിം ആർക്ക് കിട്ടുന്നുണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മെയിൻ ടൈറ്റിൽ നമ്മൾ പറയുന്നത് എന്താണ്? വൈസസ്റ്റ് ഫൂൾ എന്നാണ്. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന രാജാവ് ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പൊ മെയിൻ പോയിന്റ്, ഇദ്ദേഹം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അതായത് എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാവുന്ന, റിലീജിയസ് ടോളറന്റ് ആയിട്ടുള്ള, അതായത് ഇന്ന റിലീജിയനെ പറ്റി മാത്രം പ്രൊമോട്ട് ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു രാജാവാണ്. ഇദ്ദേഹത്തിന് വേറെ പേരുകളാണ് ജൗന ഖാൻ, ഉലു ഖാൻ. ജൗന ഖാൻ, ഉലു ഖാൻ. ഇദ്ദേഹം കൂടെ സഹായിച്ചിട്ടാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് എന്താണ് ആ ഒരു അവസാനത്തെ മറ്റേ ഖിൽജി ഡൈനാസ്റ്റി വരുന്ന ആളെ കൊന്നിട്ട് ഭരണത്തിലേക്ക് എടുക്കാൻ പറ്റുന്നത്. ചില കഥകളിൽ മുഹമ്മദ് തുഗ്ലക്കാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കൊന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത മെയിൻ, ഇദ്ദേഹം ചെയ്ത ഈ ഒരു മണ്ടൻ എന്നൊരു ടൈറ്റിൽ കിട്ടാൻ വേണ്ടി ഇദ്ദേഹം ചെയ്ത മെയിൻ എക്സ്പെരിമെന്റ്സ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം ചെയ്തത് ക്യാപിറ്റൽ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഇപ്പൊ ഡൽഹി സൽത്തനേറ്റിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ്? ഡൽഹിയാണ്. അപ്പൊ ഇതാണ് ഇന്ത്യ എങ്കിൽ ഇവിടാണ് ക്യാപിറ്റൽ. അപ്പൊ തുഗ്ലക്ക് എന്ത് വിചാരിച്ചു? ഇപ്പൊ ഇവിടെ നിന്ന് ഭരിച്ചാൽ, ഇത് നോർത്ത് ആണല്ലോ, എക്സ്ട്രീം നോർത്ത് ഇന്ത്യയിലാണ് വരുന്നത്, അവിടെ നിന്ന് ഭരിച്ചാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗവും എത്താൻ പറ്റില്ല. അപ്പൊ ക്യാപിറ്റൽ അവിടുന്ന് മാറ്റി മഹാരാഷ്ട്രയിലുള്ള ദേവഗിരിയിലേക്കാക്കാം. അപ്പൊ ദേവഗിരി ഏകദേശം ഒരു സെൻട്രൽ റീജിയനാണ് വരുന്നത്. അപ്പൊ ദേവഗിരിയിൽ നിന്ന് ഭരിക്കുകയാണെങ്കിൽ നോർത്തിലേക്കും സൗത്തിലേക്കും ഒരുപോലെ ഭരണം കൊണ്ടുവരാൻ പറ്റും. അതിപ്പോ എന്ത് വിചാരിച്ചു? ക്യാപിറ്റല് ഡൽഹിയിൽ നിന്ന് ദേവഗിരിക്ക് അദ്ദേഹം പറഞ്ഞ പേരാണ് ദൗലത്താബാദ്. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ഒരു രാജാവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ കാലത്ത് തന്നെ പ്രശ്നം എന്താ? ഇവിടെ ഇങ്ങനെ നേരെ ഇങ്ങനെ വരാൻ അവിടെ എന്താണ് വന്ദേ ഭാരത് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ആ ഒരു സമയത്ത് എന്താണ് കുന്നുകളും മലകളും ഒക്കെയാ. അപ്പൊ അവിടെ അത്രയും വലിയൊരു രാജാവ് തന്നെ ഇങ്ങോട്ട് വന്നാൽ ക്യാപിറ്റൽ ഇങ്ങോട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വലിയ പോപ്പുലേഷൻ ഇങ്ങോട്ട് വരണം അല്ലേ? ഈ ഒരു ഡൽഹിയിലുള്ള മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരും അവരുടെ ഫാമിലീസും പിന്നെ അവിടെയുള്ള പോപ്പുലേഷനും മൊത്തം ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ദേവഗിരിയാണ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റും. അപ്പൊ അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറ്റിയത്? ഒന്ന്, ഇത്രയും മാസങ്ങൾ യാത്ര ചെയ്ത് ട്രാവൽ ചെയ്ത് ഈ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഓവർകം ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേന് വന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ ആൾക്കാരും മരണപ്പെടുന്നത് പല അന്നത്തെ കാലത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ, അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റിക് വേരിയേഷൻസ്, ഈ എന്താണ് മലകളും കുന്നുകളും ഒക്കെ കവർ ചെയ്ത് ഇവിടെ വന്നപ്പോൾ പകുതി കൂടുതൽ ആൾക്കാർക്കും വയ്യാതായി, കുറേ പേര് മരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഇവിടെ വന്നപ്പോഴത്തേന് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഈ റീജിയനിൽ എന്താണ് മഴയില്ലാത്ത അവസ്ഥ, ഒരു റോഡ് റീജിയനാണ്. ഇവർ വന്നിട്ട് ഇവിടെ പുതുതായിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പൊ മൊത്തത്തിൽ ഇങ്ങോട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നോക്കുമ്പോൾ മൊത്തത്തിൽ നഷ്ടമായിപ്പോയി. അതായത് ഇത്രയും ആൾക്കാർ അത്രയും എക്സോസ്റ്റഡ് ആയി, അദ്ദേഹത്തിന്റെ ആർമി മൊത്തത്തിൽ ക്ഷീണിച്ചു. അതുപോലെ ഫിനാൻഷ്യൽ, കാരണം ഇത്രയും ആൾക്കാരെ കൊണ്ടുവരാനുള്ള പൈസ മുടക്കണം, ആൾക്കാർക്ക് വയ്യ, ആർമി മൊത്തത്തിൽ ക്ഷീണമായി. അപ്പൊ മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനും പറ്റിയില്ല. അവിടെ അപ്പോഴത്തേനും എന്താണ് വരൾച്ചയുടെ കാലഘട്ടമായി, അവിടെ പുതുതായിട്ട് കൃഷിയോ കാര്യങ്ങളോ ചെയ്ത് അവിടെ നിന്ന് വേര് പിടിക്കാനും പറ്റിയില്ല. അപ്പൊ മൊത്തത്തിൽ ആ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് എന്താണ് ഒരു മണ്ടൻ തീരുമാനമാകുകയും പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്താണ് തിരിച്ച് ഡൽഹി തന്നെ ക്യാപിറ്റലായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. ആദ്യം ചെയ്ത മണ്ടത്തരം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചെന്നുള്ളതാണ്. രണ്ടാമത്തേത് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോക്കൺ കറൻസി, അതായത് ടോക്കൺ കറൻസി അപ്പൊ എന്താണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇങ്ങനെ നമ്മൾ എന്താണ് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേന് ഖജനാവ് കാലിയായി അല്ലേ? ഇപ്പൊ എന്താണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കയ്യിൽ വേണ്ടത്ര കാശൊന്നുമില്ല. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഓർക്കാണ് എന്താ കാശില്ല. പിന്നെ കാശ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 500 രൂപ നോട്ടുണ്ടെങ്കിൽ ആ നോട്ടിന് വില വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതൊരു പേപ്പർ കഷ്ണം മാത്രമാണ് അതിന് വിലയുണ്ടോ? അതിനെ റിസർവ് ബാങ്ക് ബാക്ക് ചെയ്യുമ്പോഴാണ് അതിന് വില വരുന്നത്. അപ്പം ഇവിടെ എന്താണ് രാജഭരണം ആകുമ്പോൾ ഒരു തുകയ്ക്ക് അല്ലെങ്കിൽ ഒരു കോയിന് വില വരുന്നത്, ആ കോയിന് ആ വില ഉണ്ടെന്ന് ആര് പറയണം? രാജാവ് പറയണം. അപ്പൊ ഒന്നെങ്കിൽ അതിനൊരു ഫേസ് വാല്യൂ ആണ്. ഇപ്പൊ എന്താണ് ആ സമയത്ത് ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഗോൾഡ് കോയിൻസ് തുഗ്ലക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് കോയിന് എന്തിന് തുല്യമാക്കി എടുത്തു? ഒരു ഗോൾഡ് കോയിന് ഒരു കോപ്പർ കോയിന് തുല്യമാണെന്ന് എടുത്തു. ഇത് ഒരു ഗോൾഡ് കോയിന് എന്തിനോട് തുല്യമാണെന്ന്? ഒരു കോപ്പർ കോയിനോട് തുല്യമാണ്.
അപ്പൊ അങ്ങനെ ഒരു രാജാവ് പറഞ്ഞ അപ്പൊ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കോപ്പർ കോയിൻസ് അച്ചടിച്ചിറക്കാം അല്ലെ? അച്ചടിച്ചിറക്കുമ്പോൾ അത്രയും കോപ്പർ കോയിൻസ് ആവും, ഖജനാവ് എന്താണ് കൂടുതൽ പൈസ ആവും. ഒരു രീതിയിൽ നോക്കിയാൽ നല്ലൊരു മെത്തേഡാണല്ലേ കോപ്പർ കോയിൻസ്. അപ്പൊ രാജാവ് പറയാണ് ഇനിയും തൊട്ട് ഒരു സ്വർണ്ണ നാണയത്തിന് പകരം ഒരു സ്വർണ്ണ നാണയത്തിനും ഒരു കോപ്പറിന്റെ നാണയത്തിനും ഒരേ വിലയായിരിക്കും. അന്ന് രാജാവ് പറയുമ്പോൾ ഈ ഒരു കോപ്പറിന്റെ വാല്യൂവിനെ ബാക്ക് ചെയ്യുന്ന ആരാണ്? രാജാവ് പറയുകയാണല്ലേ ഈ കോപ്പർ കോയിന് ഇനിയും തൊട്ട് ഒരു സ്വർണ്ണ നാണയത്തിന് എത്ര വിലയാണോ അതേ വിലയാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഒരു ഗോൾഡ് കോയിൻ ഒരു പശുവിനെ മേടിക്കാമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോപ്പർ കോയിൻ ഉണ്ടെങ്കിൽ എന്താ ആ ഒരു പശുവിനെ മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു രാജാവ് പറഞ്ഞിട്ട് ഈ രാജാവ് എന്ത് ചെയ്യാണ്? ഒരുപാട് കോപ്പർ കോയിൻസ് പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ കോപ്പർ കോയിൻസ് പ്രിന്റ് ചെയ്തപ്പോൾ വന്ന പ്രശ്നം എന്താണ്? ഗോൾഡ് പോലല്ല കോപ്പർ. ഇപ്പൊ ഗോൾഡ് ആൾക്കാരുടെയിലാണെങ്കിലും വളരെ കുറവുള്ള സാധനം. കോപ്പർ വരുമ്പോൾ എന്താ? കോപ്പർ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെ? നമ്മൾ ഇൻഡസ് വാലി തൊട്ട് കോപ്പർ പഠിക്കുന്നു. അപ്പൊ കോപ്പർ കിട്ടിയപ്പം ആൾക്കാർക്കും എന്താണ്? കോപ്പറിൽ കോയിൻസ് അച്ചടിക്കാൻ പറ്റും. അതായത് രാജാവിന് അച്ചടിക്കുന്ന പോലെ തന്നെ ആൾക്കാർക്കും, അതായത് ഇദ്ദേഹം വലിയതായിട്ടുള്ള സിമ്പിളോ രാജമുദ്ര അത്ര കടുകട്ടിയായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ആൾക്കാർക്കും എന്ത് കോയിൻസ് അച്ചടിക്കാൻ പറ്റി? കോപ്പർ കോയിൻസ് അച്ചടിക്കാൻ പറ്റി. ഇതിപ്പോ ആൾക്കാർ അച്ചടിച്ച കോയിൻ ഏതാ, രാജാവ് അച്ചടിച്ച കോയിൻ ഏതാ ഒന്നും മനസ്സിലാവാതെ, അതായത് കോപ്പർ അത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പൊ ഈ കോയിൻസ് തമ്മിൽ ഈ അച്ചടിച്ച കോയിൻസ് ഏതാ, അല്ല രാജാവിന്റെ ഏതാ, സാധാരണ ആൾക്കാരുടെ ഏതാ, മൊത്തത്തിൽ മനസ്സിലാവാതെ കോപ്പർ കോയിൻസ് എന്താണ് മൊത്തത്തിൽ ആ ഒരു എക്കണോമി ഒരു ഇൻഫ്ലേഷൻ റേറ്റിലേക്ക് പോവാണ്. അപ്പൊ രാജാവിന് പിന്നെ മനസ്സിലായി ഈ ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താ ഒരു മണ്ടത്തരമായിപ്പോയി. അപ്പൊ ടോക്കൺ കറൻസി ഇദ്ദേഹം പിൻവലിക്കാണ്, പറയാണ് എല്ലാവരുടെ കയ്യിലുള്ള ടോക്കൺ കറൻസിയും എവിടെ കൊണ്ടുവരണം? കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും എന്താണ് പകരം വേറെ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരുടെ കയ്യിൽ നിന്നും ഈ ടോക്കൺ കറൻസി, ഈ കോപ്പർ കറൻസി ആര് മേടിച്ചു വെക്കുന്നു? രാജാവ് മേടിച്ചു വെച്ചിട്ട് വേറെ കോയിൻസ് അവർക്ക് പകരമായി കൊടുക്കുന്നു. പറയുന്നത് ഡൽഹിയിലെ തെരുവുകളിൽ വരെ കൂന കണക്കിന് എന്താണ് ഇതുപോലത്തെ കോപ്പറിന്റെ കറൻസികൾ കൂന കൂടി കിടക്കായിരുന്നു. കാരണം നമുക്ക് എപ്പോഴാണ് പൈസക്ക് വിലയുള്ളത്? ആ ഒരു എക്കണോമി അത് ബാലൻസ് ചെയ്യുമ്പോഴാണ് പൈസക്ക് വിലയുള്ളത്. കറക്റ്റ് ബാക്ക് നമ്മുടെ ഒരു 500 രൂപ നോട്ടിന് വില വരുന്നത് RB ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് പ്രൊസീജിയറിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക് എന്താണ് നമ്മുടെ എക്കണോമി ആ വെൽ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നത്. അതിലെങ്ങനെയും ഇതുപോലത്തെ ഒരു മണ്ടൻ തീരുമാനങ്ങൾ വന്നാൽ അതിന്റെ എന്താണ് ആ ഒരു സ്റ്റെബിലിറ്റി പോകും. അപ്പൊ ഗോൾഡ് കോയിനും കോപ്പർ കോയിൻസും നമുക്ക് ഒരേ വാല്യൂ കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ അത് അതുപോലെ അറേഞ്ച് ചെയ്യാൻ അറിയണം. അപ്പൊ കൊടുത്താൽ വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ കോപ്പർ അല്ലാതെ വേറെ മെറ്റീരിയൽ ആക്കണമായിരുന്നു. അങ്ങനെയുള്ള, അല്ലെങ്കിൽ അകത്ത് കുറച്ചുകൂടെ പാടുള്ള സിമ്പിൾസ് കൊണ്ടുവരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് എന്താണ് ഒരു മണ്ടൻ തീരുമാനമായി പോയി. മൂന്നാമത്തെ മണ്ടൻ തീരുമാനമാണ് ഖൊറാസൻ എക്സ്പെഡിഷൻ. ഖൊറാസൻ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യ റീജിയൻ ആണ്. സെൻട്രൽ ഏഷ്യ റീജിയൻ. അപ്പം മുഹമ്മദ് തുഗ്ലക്കിന് ഒരു ആഗ്രഹം, ഇപ്പൊ അലക്സാണ്ടറൊക്കെ എല്ലാ സ്ഥലങ്ങളും കൈയടക്കിയ പോലെ സെൻട്രൽ ഏഷ്യ കൈയടക്കണം. മുഹമ്മദ് തുഗ്ലക്ക് സെൻട്രൽ ഏഷ്യ കൈയടക്കാൻ ഇവിടുന്ന് ആർമി ആയിട്ട് പോവാണ്. അപ്പൊ ഇവിടുന്ന് സെൻട്രൽ ഏഷ്യ പോകണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വേണം പോകാൻ. സെൻട്രൽ ഏഷ്യ ഇവിടെ എന്തുണ്ട്? ഹിമാലയാസ് ഉണ്ട്. അപ്പൊ മുഹമ്മദ് തുഗ്ലക്ക് എന്താണ് ഈ സെൻട്രൽ ഏഷ്യ റീജിയനിലേക്ക് പോകാൻ ഹിമാലയാസ് ഒക്കെ കടന്നു പോയപ്പോഴത്തേന് ആർമിയൊക്കെ ഇത്രയും കുതിരകളൊക്കെ ഈ കുന്നും മലയും കയറി പോകണം. അപ്പൊ അതെന്ന് പറയുന്നത് അത്ര എന്താണ് ഈസി ആയിട്ടുള്ള കാര്യമല്ല ആ ഒരു കാലഘട്ടത്തിൽ. അത്രയും ഇന്ന് നമ്മൾ കാണുന്നതിലും വൾണറബിൾ ആയിട്ടുള്ള ഒരു നേച്ചുറൽ കണ്ടീഷൻസ് ആയിരിക്കും. ഹിമാലയാസ്, മഞ്ഞ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കവർ ചെയ്ത് അവിടെ പോകുമ്പോൾ തന്നെ എന്താണ് ഈ പട്ടാളക്കാരും വയ്യാതായി, അവർക്കും മൊത്തത്തിൽ വയ്യാതായി, എന്താണ് അത് കൈയടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. മൊത്തത്തിൽ പിന്നെ എന്താണ് ട്രഷറി ഖജനാവ് എന്താണ് മൊത്തത്തിൽ പിന്നെ ഞെരുങ്ങി, മൊത്തത്തിൽ അതും ഒരു ഫിനാൻഷ്യൽ ലോസ് ആയിട്ട് മാറി. ഇനി വേറൊരു മണ്ടത്തരം ചെയ്യുന്നതാണ് എൻഹാൻസ്മെന്റ് ഇൻ ദ റീജിയൻ ഓഫ് ലാൻഡ് റവന്യൂ ഇൻ ദോവാബ് റീജിയൻ. ഈ ദോവാബ് എന്ന് വെച്ചാൽ രണ്ട് നദികളുടെ ഇടയിലുള്ള, രണ്ട് റിവേഴ്സിന്റെ ഇടയിലുള്ള റീജിയനെയാണ് നമ്മൾ ദോവാബ് എന്ന് പറയുന്നത്. ഈ ദോവാബ് റീജിയൻ ഉദ്ദേശിക്കുന്നത് ഗംഗയുടെയും യമുനയുടെയും ഇടയിലുള്ള ഭാഗം. ഗംഗയുടെയും യമുനയുടെയും ഇടയിലുള്ള ഭാഗത്ത് അവിടെയാണ് മാക്സിമം കൃഷി നടക്കുന്നത്, അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷി ബെനിഫിഷ്യലി നടക്കുന്ന ഒരു റീജിയൻ ആണ് റിവറിന്റെ സൈഡ്. അപ്പൊ ആ രണ്ട് റിവറിന്റെ ഇടയിലുള്ള സൈഡിനെയാണ് നമ്മൾ ദോവാബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗംഗ, യമുന, ദോവാബ് റീജിയനിൽ ഇപ്പൊ കൃഷി കൂടുതൽ നടക്കുന്നതുകൊണ്ട് പൈസ കൂട്ടാൻ വേണ്ടി അവിടുത്തെ ലാൻഡ് റവന്യൂ അങ്ങ് കൂട്ടി. അവിടുത്തെ ലാൻഡ് റവന്യൂ കൂട്ടിയപ്പോൾ അവിടെ ഓൾറെഡി എന്താണ് ആ ഒരു സമയം കൃഷി കുറച്ച് നഷ്ടത്തിലായിരുന്നു. ലാൻഡ് റവന്യൂ കൂട്ടിയപ്പോൾ അവിടുത്തെ ആൾക്കാർ മൊത്തം എന്താണ് മുഹമ്മദ് തുഗ്ലക്കിനെതിരെ തിരിഞ്ഞു. അതല്ലാതെ എന്താണ്, പക്ഷെ അദ്ദേഹം അഗ്രികൾച്ചറിന് വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തായിരുന്നു കേട്ടോ. കുറെ ലോണുകൾ കൊടുക്കാൻ, അതുപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊടുക്കാൻ, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും അദ്ദേഹം പുതുതായിട്ട് കൊണ്ടുവന്നു. പക്ഷെ ഈ കൊണ്ടുവന്ന കാര്യങ്ങൾ നോക്കി നടത്താൻ കുറച്ച് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഈ ഓഫീസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, കാരണം അവർ വേണ്ട വിധത്തിൽ ഒന്നും ചെയ്യാഞ്ഞുകൊണ്ട് അതും മൊത്തത്തിൽ എന്താണ് നഷ്ടത്തിലായിപ്പോയി.
അപ്പം നല്ലതായിട്ട് നന്നായിട്ട് വരണമെന്ന് വെച്ച് അദ്ദേഹം ചെയ്ത കാര്യങ്ങളോട് എന്താണ്, അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊടുത്തത്. അപ്പം അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും എന്താണ്, നല്ലതാണെന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്തതെല്ലാം അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവല്ലേ, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ എന്ത് നമ്മൾ വിളിക്കുന്നത്, വൈസസ്റ്റ് ഫുൾ. കാരണം എടുത്ത എല്ലാ തീരുമാനങ്ങളും എന്താണ്, മണ്ടത്തരങ്ങളായിട്ട് മാറി. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് മൊത്തത്തിൽ ഒരു ഫെയിലിയർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്, അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആയിട്ടുണ്ടായത്. അദ്ദേഹം പണിത ഡൽഹിയിൽ തന്നെയുള്ള, അപ്പം നമ്മൾ എന്താണ്, വേറൊരു സിറ്റി പണിതായിരുന്നു, തുഗ്ലക്കാബാദ് പണിതാരാണ്, ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പണിയുന്നതാണ് ജഹൻപനാ സിറ്റി. ജഹൻപനാ സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റി. അതല്ലാതെ അദ്ദേഹം എന്താണ്, ഞാൻ പറഞ്ഞല്ലോ അഗ്രികൾച്ചറിന് വേണ്ടി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹം സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നായിരുന്നു, ദിവാൻ-ഐ കോഹി എന്ന് പറയുന്നത്. അപ്പം ദിവാൻ-ഐ കോഹി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ലോൺ കൊടുക്കുക, ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുക. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തായിരുന്നു. ഈ ഓഫീസേഴ്സ് കറപ്റ്റ് ആയതുകൊണ്ടാണ് എന്താ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വിചാരിച്ച പോലൊക്കെ എന്താണ് കാര്യങ്ങൾ നടക്കാഞ്ഞത്. ഈ ഒരു സമയമായപ്പോഴത്തേന് സൗത്ത് ഇന്ത്യയിൽ ഇമേർജ് ചെയ്ത ഡൈനാസ്റ്റീസ് ആണ് വിജയനഗര, ബാമ്പണിയൊക്കെ. അപ്പൊ ഇതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എന്താണ് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് പറയാൻ കാരണം. അവസാനം വരുന്ന രാജാവ് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ മെയിനായിട്ട് അദ്ദേഹം എന്താണ്, ഈ കുത്തബ് മിനാർ, ജമാ മസ്ജിദ് പോലുള്ള കോർട്ടുകളൊക്കെ എന്താണ്, അതൊക്കെ എന്താണ് റിനോവേറ്റ് ചെയ്തെടുത്തു. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദിവാൻ-ഐ ഖൈറത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് വർക്ക് കൊണ്ടു. ദിവാൻ ഓഫ് ബന്ധകൻ, സ്ലേവ്സിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. അതല്ലാതെ കൊണ്ടുവന്നാണ് എന്താണ്, പാവങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലാണ് ദാരുൽ ഷിഫ. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇറിഗേഷൻ കനാൽസ് ഏറ്റവും കൂടുതൽ പണിതത് ആരുടെ കാലഘട്ടത്തിലാണ്, ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് കനാൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് കനാൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഫാദർ ഓഫ് കനാൽ സിസ്റ്റം ഇൻ ഇന്ത്യ. പിന്നെ ഇദ്ദേഹം ചെയ്ത മെയിൻ ഒരു കാര്യം, ഈ സമയത്ത് ഇക്താദാരി സിസ്റ്റം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, കുത്തുബ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇക്താദാരി സിസ്റ്റം. അതെന്താണ്, ആൾക്കാർ ഓഫീസേഴ്സിൽ നിന്നായിരുന്നു കൈമാറിക്കൊണ്ടിരുന്നത്. അത് ഹെറിഡിറ്ററി ആക്കി, അത് പാരമ്പര്യമാക്കി. ഇപ്പം അച്ഛനാണ് ഇക്താദാറെങ്കിൽ ഇനി അടുത്തത് മകനായിരിക്കും. ഇനി ഈ ഒരു കാലഘട്ടത്തിലെ സോൾജേഴ്സിനൊക്കെ എന്താണ് ലാൻഡ് വീതിച്ചു കൊടുക്കുകയും, പിന്നെന്താണ് ഇദ്ദേഹം പണിത ഒരു സിറ്റിയാണ് ഫിറോസാബാദ്, ഹിസർ, ജോൺപൂർ. ഇതൊക്കെ എന്താണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഓർമ്മയിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് പണി കഴിപ്പിച്ച സിറ്റികളാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് നസ്രുദ്ദീൻ തുഗ്ലക്കാണ്. നസ്രുദ്ദീൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇൻവേഷൻ എന്ന് പറയുന്നത് തൈമൂറിന്റെ ഇൻവേഷൻ ആണ്. തൈമൂർ, അതായത് മംഗോൾ ട്രൈബിൽ വരുന്ന തൈമൂർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത് ഏകദേശം 1398 അപ്പൊ തൈമൂർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഏത് സ്ഥലമാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്, ഡൽഹി. അപ്പൊ ഡൽഹി തൈമൂർ അറ്റാക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ കൂട്ടക്കൊലകളും, അതായത് ഡൽഹിയിൽ വന്നിട്ട് മൊത്തം ആൾക്കാരെ കൂട്ടത്തോടെ കൊന്നെന്ന് പറയുന്നത്, കൂട്ടത്തോടെ ആൾക്കാരെ കൊല്ലുകയും ഡൽഹിയിലെ വെൽത്ത് മൊത്തത്തിൽ എന്താണ് തൈമൂർ പ്ലണ്ടർ ചെയ്യുകയും ചെയ്തത്. ഇത് തൈമൂറിന്റെ ശക്തമായിട്ടുള്ളൊരു മംഗോൾ ഇൻവേഷന് ഈ ഒരു നസ്രുദ്ദീൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഡൽഹി ഫേസ് ചെയ്യേണ്ടി വന്നു. നസ്രുദ്ദീൻ തുഗ്ലക്ക് ഇതൊന്നും നോക്കാതെ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. പക്ഷെ എങ്ങനെയൊക്കെയോ അദ്ദേഹം കുറച്ചുകൂടെ 1412 വരെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഭരിച്ചു. പക്ഷെ മൊത്തത്തിൽ ആ ഒരു സമയത്ത് ഡൽഹി ഫേസ് ചെയ്ത വലിയൊരു ഇൻവേഷൻ എന്ന് പറയുന്നത് മംഗോൾ ട്രൈബിൽ വരുന്ന തൈമൂർ മൊത്തത്തിൽ എന്താണ് ഡൽഹി അങ്ങ് അടിച്ചു പൊളിച്ചു. അപ്പൊ അടിച്ചു പൊളിച്ച് എന്താണ് തൈമൂറിന്റെ കയ്യിലാക്കി. അപ്പൊ തൈമൂർ ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഈ ഡൽഹി അപ്പളത്തേന് ഡൽഹി സൽത്തനേറ്റ് ചുരുങ്ങി. ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൽഹി സൽത്തനേറ്റിന്റെ പവർ ഏകദേശം ഡൽഹി റീജിയനിലാക്കി. നമ്മൾ തുഗ്ലക്ക് കണ്ടപ്പോൾ എത്ര റീജിയൻ കണ്ട, ഏകദേശം ഈ ഒരു റീജിയനിലാക്കി അവരുടെ പവർ തീർന്നു. അപ്പൊ ഇനി നോക്കാൻ പോകുന്നത് ഖിസർ ഖാൻ, അതായത് തുഗ്ലക്ക് തൈമൂർ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ട് പോകുന്ന ആളാണ് ഖിസർ ഖാൻ. അപ്പൊ ഖിസർ ഖാൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന അടുത്ത ഡൈനാസ്റ്റി ആണ് എന്ത്, സയ്യിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സയ്യിദ് ഡൈനാസ്റ്റി
അപ്പോൾ കിസിർ ഖാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡൈനാസ്റ്റിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു സുൽത്താൻ എന്ന ടൈറ്റിൽ എടുത്തില്ല, പകരം എന്താണ് സാധാരണ ആൾക്കാരുടെ ഇംപ്രസ് ചെയ്യുന്ന പോലത്തെ റയാത്തി അല എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഓൾറെഡി അദ്ദേഹം എന്തായിരുന്നു, മുൾട്ടാൻ ഭാഗത്തെ ഗവർണർ ആയിരുന്നു. തൈമൂറിന്റെ എന്താണ് പിൻഗാമിയായിട്ടാണ്, ആ ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഭരണം തുടങ്ങിയത്. ഈ ഡൽഹി സൽത്തനേറ്റ് കുറച്ചുകൂടെ എന്താണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു, പക്ഷെ എന്താണ് അതൊന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നില്ല. അപ്പോൾ ഓർക്കണം, സയ്യിദ് ഇത് കഴിഞ്ഞിട്ടുള്ള ലോധി ഡൈനാസ്റ്റി, ഈ രണ്ട് കാലഘട്ടത്തിലും ഡൽഹി സൽത്തനേറ്റ് എന്താ അത്ര വലുതല്ല, കുറച്ച് ഡൽഹി അതിന് കുറച്ചുള്ള എന്താണ് പ്രദേശങ്ങളിൽ മാത്രമായിട്ടാണ് ഡൽഹി സൽത്തനേറ്റ് നിന്നത്. ഇനി നമുക്ക് ഇതിലധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാക്കന്മാർ വരുന്നത് മുഹമ്മദ് ഷായും അലാം ഷായുമാണ്. അവരൊക്കെ എന്താണ് സയ്യിദ് ഡൈനാസ്റ്റിയിൽ അത്ര വലിയ കോൺട്രിബ്യൂഷൻസോ കാര്യങ്ങളൊന്നുമില്ല, വീക്ക് സക്സസൈസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ആദ്യമായിട്ട് ഹിന്ദു നോബിൾസിനെ ഈ കോർട്ടിലേക്ക് അപ്പോയിന്റ് ചെയ്ത ആളെന്ന് പറയുന്നത് കിസിർ ഖാൻ ആണ്. കിസിർ ഖാൻ. ഇനി കിസിർ ഖാന് ശേഷം ഈ ഒരു ഡൈനാസ്റ്റി ഭരിക്കുന്നത് മുഹമ്മദ് ഷായാണ്. മുഹമ്മദ് ഷാ 1434 മുതൽ 1443 വരെയാണ്. അദ്ദേഹം എന്താണ് ഒരു വീക്ക് റൂളർ ആയതുകൊണ്ട് വലിയ കോൺട്രിബ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് വരുന്ന ആള് അലാം ഷായാണ്. അലാം ഷായാണ് ഈ ഒരു സയ്യിദ് ഡൈനാസ്റ്റിയുടെ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത്. ഇനി അലാം ഷായെ ആര് കൊല്ലുന്നു? ബഹലൂൽ ലോധി എന്ന് പറയുന്ന ഒരാൾ കൊല്ലുകയും ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഡൽഹി സൽത്തനേറ്റ് വരുന്ന അവസാനത്തെ ഡൈനാസ്റ്റി ആയ ഏത് ലോധി ഡൈനാസ്റ്റി. അപ്പൊ ആദ്യത്തെ ഖിൽജിയും തുഗ്ലക്കും നോക്കുകയാണെങ്കിൽ സയ്യിദ് ഡൈനാസ്റ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സയ്യിദ് ഡൈനാസ്റ്റി നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ സയ്യിദ് ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ തൊപ്പികൾ വെച്ചിരുന്നു. അപ്പൊ ആ തൊപ്പികൾ വെക്കുന്നതുകൊണ്ട് ഇവരെ കുലാധരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുലാധരൻ SSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കുലാധരൻസ് എന്നറിയപ്പെടുന്ന രാജവംശം ഏതാണ്? കാരണം ആ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു തൊപ്പിയാണ് ഈ സയ്യിദ് രാജവംശത്തിലെ രാജാക്കന്മാർ വെച്ചിരുന്നത്. അതുകൊണ്ട് കുലാധരൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? സയ്യിദ് ഡൈനാസ്റ്റിയാണ്. ആ ഒരു തൊപ്പി കാരണം കുലാധരൻസ് എന്നറിയപ്പെടുന്ന ആരാണ്? സയ്യിദ് ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ അവസാനത്തെ രാജാവായ അലാം ഷായെ കൊന്നുകൊണ്ട് ബഹലൂൽ ലോധി വരികയാണ്. അപ്പൊ ബഹലൂൽ ലോധി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡൽഹി സൽത്തനേറ്റിലെ അവസാനത്തെ രാജവംശം, ആ ഡൽഹി സൽത്തനേറ്റ് ഭരിച്ച അവസാനത്തെ രാജവംശമാണ് ലോധി ഡൈനാസ്റ്റി. അപ്പോൾ ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ബഹലൂൽ ലോധിയാണ്. 1451 മുതൽ 1488 വരെ. അപ്പൊ ഇദ്ദേഹം എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ഭാഗം ഭരിക്കുകയും ഈ ഒരു അഫ്ഗാൻ നോബിൾസ് അങ്ങനെ പബ്ലിക്കലി എന്താണ് കുറെ ആൾക്കാരുടെ ഹെൽപ്പും ഉണ്ട്. ഇദ്ദേഹം എന്താണ് ഈ ഒരു ഡൈനാസ്റ്റി, പക്ഷെ എന്നാലും എന്താണ് ഇത് നമ്മൾ ഇന്ത്യ എന്ന് വെച്ചാൽ തുഗ്ലക്കിനെ പോലെ അത്രയും വലിയ ഭാഗമല്ല. ഈ ഒരു ഡൽഹിയുടെ ഈ ഒരു റീജിയൻ മാത്രമേ ആരുടെ അണ്ടറിൽ വന്നിട്ടുള്ളായിരുന്നു? ബഹലൂൽ ലോധിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ബഹലൂൽ ലോധി ചെയ്യുന്നത് ഇത് എക്സ്പാൻഡ് ചെയ്യുവല്ല, പകരം ഇദ്ദേഹത്തിനെതിരെ വരുന്ന റിവോൾട്ടുകളൊക്കെ സപ്രസ് ചെയ്യാൻ നോക്കി. അങ്ങനെ മീവാർ, ദോആബ് റീജിയൻ, ഇവിടെ നിന്നൊക്കെ വന്ന ദോആബ് റീജിയൻ ഉദ്ദേശിക്കുന്ന ഗംഗ യമുന റീജിയനിൽ വരുന്ന ദോആബ് റീജിയൻ, അവിടെ നിന്നൊക്കെ വരുന്ന റിവോൾട്ടുകളൊക്കെ സപ്രസ് ചെയ്യാനായിരുന്നു നോക്കി ബഹലൂൽ ലോധി നോക്കി. രണ്ടാമത്തെ രാജാവ് വരുന്നത് സിക്കന്ദർ ലോധിയാണ്. ഈ ഒരു ലോധി ഡൈനാസ്റ്റി നോക്കുകയാണെങ്കിൽ ബഹലൂൽ ലോധിയെക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള രാജാവാണ് ആര്? സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് നോൺ മുസ്ലിം, പക്ഷെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അദ്ദേഹമാണ് ജസിയ റീഇമ്പോസ് ചെയ്തു. ജസിയ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അല്ലാതുള്ള പൗരന്മാർക്ക് മേൽ അവിടുത്തെ രാജാവ് ചുമത്തുന്ന ഒരു നികുതിയാണ്. അതായത് ഒരു രാജ്യത്ത് നിങ്ങൾ താമസിക്കുകയാണ്, പക്ഷെ അതെന്താണ് ഒരു മുസ്ലിം രാജ്യമാണ്, പക്ഷെ അവിടെ നിങ്ങളൊരു നോൺ മുസ്ലിം ആണെങ്കിൽ ആ രാജ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിന് വേണ്ടി നിങ്ങൾ അടയ്ക്കുന്ന നികുതിയാണ് ജസിയ. അപ്പൊ ജസിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആദ്യമായിട്ട് ജസിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുത്തുബ്ദീൻ ഐബക്കാണ്. കുത്തുബ്ദീൻ ഐബക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്ത് വന്ന് റീഇമ്പോസ്ഡ്, അതായത് ഓൾറെഡി ഉള്ളൊരു സാധനം പിന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നത് കുത്തുബ്ദീൻ ഐബക്കിന്റെ സമയത്ത്, അത് പിന്നെ റീഇമ്പോസ് ചെയ്യുന്ന ആരാണ്? സിക്കന്ദർ ലോധിയാണ്. പിന്നീട് ഈ ജസിയ എടുത്തു കളയുന്ന ആരാണ്? അക്ബർ. അക്ബർ ജസിയ എടുത്തു കളയും. പിന്നീട് ആരാണ്? ഔറംഗസേബ് പിന്നെ എന്ത് കൊണ്ടുവരും? ജസിയ എന്ന് പറയുന്ന ടാക്സ് കൊണ്ടുവരും. ഓക്കെ, സിക്കന്ദർ ലോധി എന്താണ് ആ ഒരു സുൽത്താന്റെ ഒരു സുപ്പി, അതായത് രാജാവാണ് മെയിൻ. അതിനു മുമ്പുള്ള രാജാക്കന്മാരൊക്കെ നോക്കിയാൽ അവരുടെയൊക്കെ പോയിന്റ് എന്താണ്? രാജാവിന്റെ പദവിയൊക്കെ കുറഞ്ഞാണ്. പക്ഷെ ഇവരുടെ സിക്കന്ദർ ലോധി എന്താണ്? രാജാവാണ് മെയിൻ എന്നും പറഞ്ഞുള്ള സുപ്പീരിയർ പൊസിഷൻ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നു. നമുക്കിവിടെ ചോദിക്കാറുള്ളത് സിക്കന്ദർ ലോധിയാണ് ആഗ്ര എന്ന് പറയുന്ന സിറ്റി, ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? സിക്കന്ദർ ലോധിയാണ്. ആഗ്ര സിറ്റിയുടെ ഫേമസ് ആയിട്ടുള്ള കുറെ റിപ്പീറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ ആണ് സിക്കന്ദർ ലോധി. ഇനി അദ്ദേഹം ഒരു തൂലികാ നാമത്തിൽ എഴുതുമായിരുന്നു. ആ പേരാണ് ഗുൽ രാഖി.
സിക്കന്ദർ ലോധിയുടെ പെൻ നെയിമാണ് ഗുൽ രാഗി. അദ്ദേഹം തൂലികാ നാമമാണ് ഗുൽ രാഗി. മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അദ്ദേഹം എന്താണ് ജസിയ റീഇംബോസ് ചെയ്തു, അതല്ലാതെ ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്തു. ഇനി അവസാനത്തെ ഈ ഒരു പാട്ടിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയാണ്. അപ്പോൾ ലോധി ഡൈനാസ്റ്റിയിലെ മൂന്നാമത്തേതും അവസാനത്തെ രാജാവും ഇബ്രാഹിം ലോധി. അപ്പൊ സിക്കന്ദർ ലോധിക്ക് ശേഷം ഇബ്രാഹിം ലോധി എന്താണ് സുൽത്താനായി വരും. പക്ഷെ ബാക്കിയുള്ള രാജാക്കന്മാരെ പോലെയല്ല, ഇബ്രാഹിം ലോധി നോബിൾസിനെ ഒന്നും സപ്പോർട്ട് അധികം വേണ്ട. അതായത് ഇബ്രാഹിം ലോധി സ്വയമേ എന്താണ് അത്ര ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊന്നും എടുത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് പഞ്ചാബ് ഭരിച്ചിരുന്ന ഗവർണർ ആയിരുന്നു ദൗലത് ഖാൻ. ദൗലത് ഖാൻ ആക്ച്വലി ഇതിനു മുമ്പ് തന്നെ ലോധി ഡൈനാസ്റ്റിയോട് എന്താണ് നല്ല രീതിയിൽ ലോയലായിട്ട് നിന്ന ഒരാളാണ്. പക്ഷെ ഇബ്രാഹിം ലോധിയുടെ സ്വഭാവം കൊണ്ട് ദൗലത് ഖാനും ബാക്കിയുള്ള ഗവർണേഴ്സും ഒക്കെ ആർക്കെതിരെ തിരിഞ്ഞു? ഇബ്രാഹിം ലോധിക്കെതിരെ തിരിഞ്ഞു. കാരണം അത്ര നല്ല റിലേഷൻസ് ആയിരുന്നില്ല അദ്ദേഹം പ്രൊവിൻസിലുള്ള ഗവർണേഴ്സുമായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം കാരണം ഈ ഗവർണേഴ്സ് ഒക്കെ ആർക്കെതിരെ തിരിഞ്ഞു? ഇബ്രാഹിം ലോധിക്കെതിരെ തിരിഞ്ഞു. അപ്പൊ എന്താണ് ദൗലത് ഖാൻ ഇവരുടെയൊക്കെ ലീഡറായിട്ട് ഇന്നൊരു കാര്യം തീരുമാനിച്ചു, ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കണം. അപ്പൊ ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നതാണ് കാബൂളിലുള്ള ബാബറിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. കാബൂൾ ഭരിക്കുന്ന ബാബർ എന്ന് പറയുന്ന രാജാവിന്. അപ്പൊ ദൗലത് ഖാൻ എന്താണ് ഈ ബാബറിന് ഒരു ഇൻവിറ്റേഷൻ അയക്കാണ്, ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്നിട്ട് ആരുമായിട്ട് യുദ്ധം ചെയ്യണം? ഇബ്രാഹിം ലോധിയുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ ഈ ദൗലത് ഖാന്റെ ക്ഷണം, ഇബ്രാഹിം ലോധിയുടെ സ്വഭാവം കാരണം ദൗലത് ഖാനിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ വരുന്ന ആളാണ് ബാബർ എന്ന് പറയുന്നത്. അങ്ങനെ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പൊ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആരൊക്കെ തമ്മിലാണ്? ഇബ്രാഹിം ലോധിയും പിന്നെ ആരാണ്? ബാബറും തമ്മിൽ. ഈ ഒരു യുദ്ധത്തിൽ ആര് ജയിക്കുന്നു? ബാബറാണ് ജയിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം വിചാരിച്ച, ദൗലത് ഖാൻ ഒക്കെ വിചാരിച്ച എന്താണ്, ബാബർ ഈ യുദ്ധം കഴിയുമ്പോൾ വന്നത് യുദ്ധത്തിനാണല്ലോ, അത് കഴിഞ്ഞ് തിരിച്ചു പോകും. പക്ഷെ എന്താണ്, ബാബർ തിരിച്ചു പോയില്ല. ബാബറിന് ഓൾറെഡി കണ്ണുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. ബാക്കിയുള്ള എന്താണ് ഇസ്ലാം രാജ്യക്കാരെ പോലെ ഇന്ത്യ എന്ന് പറയുന്ന അത്രയും വെൽത്തി ആയിട്ട് ആ ഒരു സമയത്ത് അത്രയും പ്ലണ്ടർ ചെയ്യാൻ പറ്റുന്ന വെൽത്തി ആയിട്ടുള്ള രാജ്യം. അപ്പൊ ബാബറിനും ഇന്ത്യ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. അപ്പൊ ബാബർ എന്ത് ചെയ്തു? ഈ ഇബ്രാഹിം ലോധിയെ കൊന്നിട്ട് ഇനി ബാബറിന്റെ അണ്ടറിൽ പുതിയൊരു എംപയർ ബാബർ സ്ഥാപിക്കുകയാണ്. അതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന മുഗൾ എംപയർ. ഇനി നമ്മുടെ മീഡിയവൽ ഇന്ത്യയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? മുഗൾ രാജവംശം അല്ലെങ്കിൽ മുഗൾ എംപയർ. ഓക്കെ, ഇങ്ങനെയാണ് എന്താണ് മുഗൾ രാജവംശം വരുന്നത്. പിന്നെ ബാബർ, അക്ബർ, ഹുമയൂൺ, ജഹാംഗീർ അങ്ങനെയുള്ള രാജാക്കന്മാരെ പറ്റിയായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡൽഹി സൽത്തനേറ്റ്. ഡൽഹി സൽത്തനേറ്റിന്റെ ആദ്യത്തെ ഡൈനാസ്റ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. ബാക്കി 4 ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കഥകളുമാണ് പറഞ്ഞത്. അതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പഠിച്ചാൽ അത്ര പാടില്ലാത്തൊരു ഭാഗമാണ്. ആ ഒരു എന്താണ് കറക്റ്റ് ആ ഒരു ടൈം ഫ്രെയിം വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ബാക്കിയുള്ള ഭാഗം മുഗൾ എംപയർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവരും എന്താണ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് നോക്കുക. NTPC എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്കിനി അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും ഗ്രൂപ്പ് D ആണെങ്കിലും SSC ആണെങ്കിലും വരാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പില്ലർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.